നമ്മളിപ്പോ ഒരു എന്താ പറയാ ജേർണലിസ്റ്റോ സൈക്കോളജിസ്റ്റോ അല്ലെങ്കിൽ പോലീസ് ഓഫീസറോ അതിന് ഡബ് ചെയ്യണ്ട, ആ സൗണ്ട് ശരിയാവില്ല. അങ്ങനെ സൗണ്ട് ഉള്ള സ്ത്രീകളില്ലേ സൈക്കോളജിസ്റ്റോ പോലെ. ഉർവശിക്ക് കിട്ടിയിട്ടുള്ള അത്രയും പെർഫോം ചെയ്യാമെന്ന് എനിക്ക് അറിയാമെന്ന് എനിക്ക് ഒട്ടും തോന്നുന്നില്ല. പക്ഷെ അവരൊരു ഏറ്റവും മികച്ച നടിയായിട്ട് ഞാൻ കരുതുന്ന ഒരാളാണ് ഉർവശി. അപ്പൊ അവർക്ക് കിട്ടിയിട്ടുള്ള കഥാപാത്രങ്ങൾ കാണുമ്പോൾ എന്ത് രസമായിട്ട് എഴുതപ്പെട്ടിട്ടുണ്ട് എന്നൊക്കെ തോന്നുന്ന, ഇപ്പൊ പാട്രിയാർക്കിക്കലും പൊളിറ്റിക്കലും പ്രശ്നമൊക്കെ അതിലുണ്ടാവും. അപ്പൊ പോലും പെർഫോം ഒരു നടിക്ക് പെർഫോം ചെയ്യാനായിട്ട് എഴുതിയിട്ടുണ്ടെന്ന് തോന്നുന്ന കഥാപാത്രങ്ങൾ ആ സമയത്തും കണ്ടിട്ടുണ്ട്. പ്രത്യേകിച്ച് കാണാത്ത ഏറ്റവും സ്ത്രീ കഥാപാത്രങ്ങൾ ലീസ്റ്റ് ആയിട്ട് ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ട് എഴുതിയ സമയം എനിക്ക് ആ ഒരു 2000-2010 ഇടയ്ക്കാണ് മലയാള സിനിമ ശരിക്കും എന്തിനാണ് അഭിനയിക്കാൻ പോകുന്നത് തോന്നിയിട്ടുള്ളത്. ഒരു ആക്ടർ എന്നുള്ള രീതിയിൽ എപ്പോഴും ഡയറക്ടറിന്റെ അടുത്തുനിന്ന് കൃത്യമായിട്ടുള്ള ഒരു പ്രിസൈസ്ഡ് ആയിട്ടുള്ള ഒരു ഡിസ്ക്രിപ്ഷൻ വേണം. ഒരു ക്യാരക്ടർ, ഞാൻ ചെയ്യാൻ പോകുന്ന ക്യാരക്ടർ എന്താണ്, അതുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും. അതിനകത്ത് എനിക്ക് ഒരു ഇതുമില്ല. ആ പായലിന്റെ അത്രയും പ്രിസൈസ്ഡ് ആയിട്ട് ഡീറ്റെയിൽഡ് ആയിട്ടാണ് നമുക്ക് പറഞ്ഞിരുന്നത്. ഇത് ഈ പായലിന്റെ സിനിമയാണെന്നുണ്ടെങ്കിൽ എന്നെ സംബന്ധിച്ചോളം എനിക്കത് എങ്ങനെയായിരിക്കും വരുന്നത് അറിയാൻ ആഗ്രഹമുണ്ട്. കാണാൻ, ആ സിനിമ കാണാൻ എനിക്ക് ശരിക്കും ഉണ്ട്. അങ്ങനെ എല്ലാ സിനിമയെ പറ്റി തോന്നാറില്ല. ചില സിനിമ ഇത് വരുമ്പോ എനിക്ക് കാണണ്ട എന്ന് തോന്നാറില്ല. പായല് ആസ് എ ഡയറക്ടർ ഇപ്പൊ നമ്മൾ നേരത്തെ എല്ലാരോടും ഇടപെടുന്നത് ഓൾമോസ്റ്റ് ഒരുപോലെയാണ്. അല്ല അങ്ങനത്തെ ഒരു ഹയറാർക്കി ഒന്നും അങ്ങനത്തെ ഒന്നുമില്ല. എക്സ്ട്രീംലി ഡെമോക്രാറ്റിക്കലാണ്. എല്ലാ ആ സെറ്റിലുള്ള എല്ലാ മനുഷ്യരോടും ഇടപെടാൻ ശ്രമിക്കുന്നത്. എനിക്ക് തോന്നുന്നു ആകെ വ്യത്യസ്തമായിട്ട് ഇത്തിരി കാണിക്കുന്നത് പായലിന്റെ പാർട്ട്ണറാണ് എൻ്റെ DOP. ആളോട് മാത്രമേ ചിലപ്പോൾ അല്ലാതെ എന്തെങ്കിലും ബിഹേവിയർ ഞാൻ കണ്ടിട്ടുള്ളത്. എനിക്ക് അഭിനയിക്കാൻ ശരിക്കും സിനിമയിൽ അഭിനയിക്കാൻ താല്പര്യം ഉണ്ടായിട്ടില്ല. ഇപ്പോഴും നാടകം എന്നും ഉണ്ടെങ്കിൽ സിനിമയിൽ അഭിനയിക്കാൻ പോകാൻ വഴിയില്ല. നാടകത്തിൽ നിന്ന് എനിക്ക് പൈസ ഉണ്ടെങ്കിൽ സിനിമയ്ക്ക് പോവുകയില്ല. ഒട്ടും അങ്ങനെ ഒരു ഇഷ്ടമുള്ള മീഡിയം അല്ല അതിന്റെ വർക്ക് പ്രോസസ് ഒന്നും. അതായത് നമുക്ക് നാടകം ചെയ്തിട്ട് ജീവിക്കാനുള്ള പൈസ കിട്ടുകയും എന്നും എല്ലാ 2 മാസം കൂടുമ്പോൾ നാടകം ഞാൻ ഒരിക്കലും പോകില്ല. ഞാനിത് ഫെസ്റ്റിവലിന് അയക്കാനാണ് കേട്ടോ ഉദ്ദേശിക്കുന്നത് എന്ന് പറയുമ്പോൾ അത് എന്താ ഉദ്ദേശിക്കുന്നത് അവർ മേക്കേഴ്സ് തന്നെ പറയാണ്. അപ്പം അതെന്താ, ഞാനൊരു സിനിമ എടുക്കാൻ പോകുന്നതാണ് ഈ സിനിമ, ഞാൻ തിയേറ്ററിൽ റിലീസ് ചെയ്ത് നോക്കും. ഇത് റിലീസ് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ ഞാൻ OTT റിലീസ് ചെയ്യാം, ഇല്ലെങ്കിൽ ഞാനൊരു ഫെസ്റ്റിവലിനെങ്കിലായിരിക്കും. കാരണം എന്റെ സിനിമ ആളുകൾ കാണണം. മഹേഷിന്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്, അറിയിപ്പ് വേണമെങ്കിൽ ഇവിടത്തെ എന്താ പറയാ തിയേറ്ററിൽ റിലീസ് ആക്കാൻ പറ്റുന്ന പോലെ ഉണ്ടാക്കാമായിരുന്നു എന്നുവെച്ചാ അത് അങ്ങനെ ടേക്ക് ഓഫ് പോലെ ഉണ്ടാക്കാം. കോമഡി ആണെന്ന് വെച്ചോ പ്ലേ, ആദ്യം ഇരിക്കുന്ന കോമഡിക്ക് ആളുകൾ ചിരിച്ചില്ലെങ്കിൽ അന്നത്തെ പെർഫോമൻസ് കൊളാണ്. അത് എനിക്കറിയാം. നമ്മൾ എന്റെ അമ്മ ഇന്ന് വീണു. അപ്പൊ അടുത്ത സീൻ വരുമ്പോ ആക്ടേഴ്സ് പിടിക്കും, എങ്ങനെയെങ്കിലും ഇത് പെർഫോം ചെയ്ത് ശരിയാക്കാന്നൊക്കെ നോക്കാം. അവസാനൊക്കെ രണ്ടുപേരും വലിയൊരു അംഗീകാരത്തിന്റെ സന്തോഷത്തിലാണ് ഇപ്പൊ ഇവിടെ ഇരിക്കുന്നത്. അത് നമുക്കും സന്തോഷം, മലയാളി എന്നുള്ള രീതിയിൽ വലിയൊരു സന്തോഷം തന്നെയാണ് അത്. കാരണം എനിക്ക് തോന്നുന്നു ഇന്ത്യയിൽ നിന്ന് ഒരു 30 വർഷങ്ങൾക്ക് ശേഷമാണ് കാൻ ഇന്റർനാഷണൽ ഫെസ്റ്റിവലിൽ പാൽമെദോ അല്ലേ, ഉച്ചാരണം എപ്പോഴും പ്രശ്നമാണ്. എന്താണ് അതിൻ്റെ പേര് എന്നുള്ള കാര്യത്തിൽ ഇപ്പോഴും ഡിസ്കഷൻ നടന്നുകൊണ്ടിരിക്കുക. എന്തായാലും ഞാൻ ആ ഫ്രഞ്ച് പ്രൊനൗൺസിയേഷനൊക്കെ നോക്കിയൊരു പ്രൊനൗൺസിയേഷൻ കണ്ടുപിടിച്ചിട്ടാണ് പാൽമെദോ വിഭാഗത്തിലേക്ക് ഒരു ഫിലിം എത്തുന്നത്. ഓൾ വി ഇമാജിനാസ് ലൈറ്റ് അതിൽ അഭിനയിച്ചു എന്നുള്ളത് തന്നെയാണ് വലിയൊരു അംഗീകാരമായിട്ട് നിങ്ങൾക്ക് കിട്ടിയത്. ഞാൻ അറിയിപ്പും ഫാമിലിയൊക്കെ കഴിഞ്ഞിട്ടിരിക്കുന്ന ഒരു ടൈമിൽ പ്രണവ് എന്ന് പറഞ്ഞിട്ട് ഇതിന്റെ എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസർ ആയിട്ടുള്ള ഈ സിനിമയുടെ പ്രണവ് വിളിച്ചിട്ട് ഇങ്ങനെ ഒരു സ്ക്രിപ്റ്റ് ദിവ്യയ്ക്ക് അയക്കാം, ഇങ്ങനെ പായൽ കബാഡിയുടെ ആണ്, ഒരു ഓഡീഷൻ തരാൻ പറ്റുമോ എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പം എനിക്ക് ആദ്യം വരുന്ന ക്യാരക്ടർ ഇതിലിപ്പോൾ കനി ചെയ്തിരിക്കുന്ന പ്രഭ എന്ന് പറഞ്ഞ ക്യാരക്ടറിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ പായൽ അറിയിപ്പ് എന്ന് പറഞ്ഞ സിനിമ കണ്ടിട്ട് അതിലെ ആ രശ്മി ആ കഥാപാത്രം കണ്ടിട്ടാണ് ഇതിൽ ഈ പ്രഭ എന്ന് പറഞ്ഞതിന് വേണ്ടിയിട്ട് ഓഡീഷൻ ചോദിച്ചത്. അങ്ങനെ കൊച്ചിയിലൊരു റൗണ്ട് ഓഡീഷൻ പ്രഭയ്ക്ക് വേണ്ടി കൊടുത്തു. അത് കഴിഞ്ഞ് സെക്കൻഡ് റൗണ്ട് ബോംബെയിൽ പ്രഭയ്ക്ക് വേണ്ടി തന്നെ കൊടുത്തു. അത് കഴിഞ്ഞ് പെട്ടെന്നൊരു ഷിഫ്റ്റ് ആയിരുന്നു. എനിക്ക് തോന്നുന്നു പേഴ്സണലി പായലിൻ്റെ വീട്ടിൽ തന്നെ നിന്ന് പേഴ്സണലി നമ്മൾ മീറ്റ് ചെയ്തു. അപ്പം എൻ്റെ അടുത്ത് ഇപ്പം ഞാൻ ചെയ്ത അനു എന്ന് പറഞ്ഞിട്ടുള്ള ഒരു യങ് നേഴ്സായിട്ടുള്ളൊരു കഥാപാത്രം കുറച്ച് സീൻസ് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിക്കുന്നു. അങ്ങനെ അത് ചെയ്തു. അത് കഴിഞ്ഞൊരു എനിക്ക് തോന്നുന്നു 3-4 റൗണ്ട് ഓഡീഷൻസ് കഴിഞ്ഞിട്ടാണ് ഇത് ഫിക്സ് ആവണത്. എങ്ങനെയാണ് കനിയുടെ ഒരു എൻട്രി? ഇത് പായലിൻ ഇത് എഴുതിക്കൊണ്ടിരുന്ന സമയത്ത് കുറേ വർഷം മുമ്പ് എൻ്റെ അടുത്ത് പണ്ട്, അതായത് പായല് അതിനുശേഷം വേറെ ഡോക്യുമെന്ററി ഒക്കെ ചെയ്തിരുന്നു. ഇത് പായൽ ആദ്യമേ ഈ കഥ ഇങ്ങനെ ആലോചിക്കുമ്പോൾ പണ്ടൊക്കെ വിളിച്ചിരുന്നു. എന്നിട്ട് അന്ന് സ്ക്രിപ്റ്റ് അയച്ചു തന്നിരുന്നു. അതിൽ നിന്ന് കുറച്ച് മാറ്റമുണ്ട് ഇപ്പോൾ.
അന്ന് വായാലും. പക്ഷെ അപ്പം ഇപ്പൊ ദിവ്യ ചെയ്ത ക്യാരക്ടറിനാണ് അന്ന് തന്നെ എന്നോട് ചെയ്യാൻ വിളിച്ചത് തന്നെ. അത് പക്ഷെ എനിക്ക് അന്ന് 31 വയസ്സുള്ള സമയത്താണ്. അപ്പോൾ അന്നിങ്ങനെ അത് എന്നോട് പറഞ്ഞു രണ്ടും കനി ചെയ്യാം, പക്ഷെ എനിക്ക് ആൾക്ക് ഞാൻ ആ ക്യാരക്ടർ ചെയ്യാൻ ആണെങ്കിൽ രസമായിരിക്കും തോന്നുന്നു. ഇതുപോലെ അന്ന് അഭിനയിച്ച എൻ്റെ കുറച്ച് ഷോർട്ട് ഫിലിമും അതൊക്കെ കണ്ടപ്പോൾ പായലെന്ന FTA പഠിക്കുന്ന സമയത്താണ് വിളിച്ചത്. എന്നിട്ട് പായലിങ്ങനെ ആ വർഷം എപ്പോഴൊന്നും ചെയ്യാനായിട്ട് ഇങ്ങനെ ആലോചിച്ചിരിക്കുന്ന സമയത്ത്, പക്ഷെ അപ്പം അതല്ല ശരിയായ ഒന്നില്ല, അവിടെ കുറേ സമരങ്ങൾ വന്നു. എന്നിട്ട് പായൽ ഡോക്യുമെൻ്ററി ഒക്കെ എടുത്തു. പിന്നെ ഇടയ്ക്കിടയ്ക്ക് മെസ്സേജ് ചെയ്യുമായിരുന്നു പായൽ, എന്തെങ്കിലും കാണുമ്പോൾ മെസ്സേജ് ചെയ്യും. എനിക്ക് പറഞ്ഞു ആ സിനിമ നമ്മളെപ്പോൾ ചെയ്യുന്ന അറിയത്തില്ല, ചെയ്യുമെന്നറിയില്ല. അത് സാരമില്ല എന്നൊക്കെ പറഞ്ഞു. അതിങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുമ്പോൾ അവസാനം ചെയ്യാൻ ഇത് ആയപ്പോൾ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു കനി ആ സിനിമ ഇപ്പോൾ ഓണാണ്. അപ്പം ഞാൻ പറഞ്ഞു അപ്പം അന്നും എനിക്ക് കഥവാക്കി 2 നേഴ്സ് ഉണ്ടെന്ന് അറിയാം. അപ്പം ഞാൻ അന്ന് വേണമെങ്കിൽ ഇതും ചെയ്യാം അതും ചെയ്യാം, അങ്ങനത്തെ ഏജാണ്. ഒന്നുകിലും മുമ്പോട്ടുള്ള ഏജിലേക്ക് പോവാം അല്ലെങ്കിൽ പുറകിലോട്ടുള്ള ഏജിലേക്ക് പോവാ എന്നുള്ളായിരുന്നു അന്ന്. ഇപ്പോൾ എൻ്റെ ഇപ്പോഴത്തെ പ്രായമായിട്ട് ചേർന്ന് നിൽക്കുന്ന ക്യാരക്ടർ ശരിക്കും ഇപ്പം ഞാൻ ചെയ്യുന്ന ക്യാരക്ടറാണ്. അപ്പം ഞാൻ പറഞ്ഞു അത് തന്നെ ചെയ്യുന്നതായിരിക്കും. അപ്പം അതിനാണ് ഞാൻ ഓഡിഷൻ ചെയ്യണേ. അത് ഓഡിഷൻ ചെയ്തപ്പോൾ ഞാൻ ഇങ്ങനെ പലരോട് പറഞ്ഞു വേറെയും ഈ ക്യാരക്ടറിന് ഓഡിഷൻ ചെയ്ത് നോക്കിക്കോളൂ. കാരണം അന്ന് പായൽ നമ്മളോട് ഉറപ്പിച്ച പോലെ, നമ്മളെന്തായാലും വർക്ക് ചെയ്യണം എന്ന് ഉറപ്പിച്ച പോലെയാണ് മുമ്പ് സംസാരിക്കണേ. അപ്പം എനിക്ക് പിന്നെ തോന്നി അവർക്ക് ചിലപ്പോൾ ആലോചിക്കണം എന്നുണ്ടാവുമല്ലോ വേറെ ആരെങ്കിലും ചെയ്താൽ എങ്ങനെയിരിക്കും. അപ്പം ഞാൻ ആദ്യത്തേത് മീറ്റിങ്ങിന് കാണുന്നത് ഈ കഴിഞ്ഞ വർഷം പോലും അല്ല, അതിന് മുമ്പാണ്. അടുത്തതെന്ന് വെച്ചാൽ ഇപ്പം ഈ ചെയ്യാൻ പോണേന് 2022 ഓഗസ്റ്റ് സെപ്റ്റംബർ സമയത്താണ്. അപ്പം ഞാൻ പറഞ്ഞു വേറെ ആൾക്കാരൊക്കെ നോക്കി വെക്കുമെന്ന് പറഞ്ഞിട്ട് ഞാൻ എന്നിട്ട് പിന്നെ കേരളത്തിൽ എനിക്കൊന്ന് ദിവ്യ എനിക്കൊരു മെസ്സേജ് ഇട്ടുണ്ട്, കനി പായൽ കബാഡിയെന്ന് പറഞ്ഞിട്ട് വരാം. അപ്പം ഞാൻ നല്ലതാണ്. അപ്പം ഞാൻ അത് ആ ക്യാരക്ടർ തന്നെയാണ് അപ്പം വന്നിരിക്കണേ. പിന്നെ ഞാൻ എൻ്റെ ഇവിടുത്തെ പല നാടകക്കാരുടെ കൂട്ടുകാരുടെ വീട്ടിലൊക്കെ പോവാ, എല്ലാവരുടെ വീട്ടിലും ഇതിന്റെ സ്ക്രിപ്റ്റിന്റെ ഒരു ഇതിപ്പുണ്ട്. ഓഡിഷൻ പായൽ എനിക്ക് അറിയാവുന്ന ഇപ്പം ഫിലിം ഇൻഡസ്ട്രിയിലുള്ള ആൾക്കാരും അത് ഞാൻ ഓഡിഷൻ ചെയ്തിട്ടുണ്ടെന്ന് പറയും കുറെ ആൾക്കാർ. അതെ ഒരുപാട് പേരെ ഓഡിഷൻ ചെയ്തിട്ടാണ് പായൽ കുറെ തവണ ആലോചിച്ചു. പിന്നെ കാരണം എനിക്ക് തോന്നിയ ഒന്ന് വെച്ചാൽ പായലിന് മലയാളം ഫസ്റ്റ് ലാംഗ്വേജ് അല്ലല്ലോ, മലയാളമാണ് ഈ സിനിമയുടെ ഒരു 70-80% മലയാളം ആണ്. അപ്പൊ അവർക്ക് അവർക്ക് അങ്ങനെ ഒരു റാപ്പും കുറെ കാര്യങ്ങൾ വേണമല്ലോ. ഒരു വേറെ മലയാളി അവരുടെ ഹിന്ദി ഡയറക്ടർ കൂടെ ഉണ്ട്, അങ്ങനെ ചെയ്തിട്ടാണ് അപ്പം ചെയ്യണം. അപ്പം അതുകൊണ്ടൊക്കെ അതിനത്രയും സമയം അവർക്ക് ഒരുപാട് സമയം എടുക്കുന്നുണ്ട് അതിനെ ഇതാണോ വേണ്ടതാണോ വേണ്ടതെന്നൊക്കെ ആലോചിക്കാം. അപ്പം അങ്ങനെ ആയിരുന്നു. അപ്പം ഞാൻ അവസാനം എനിക്കൊരു 8 വർഷമായിട്ട് ഈ സ്ക്രിപ്റ്റ് ഇങ്ങനെ അറിയാം എന്ന് പറയുമ്പോൾ അതിൻ്റെ ആദ്യത്തെ ഫോമിൽ നിന്ന് കുറച്ച് സീന് ചില കാര്യങ്ങൾ മാറ്റുന്നുണ്ട്, പക്ഷെ ഒരു ത്രെഡൊക്കെ കഥയൊക്കെ തന്നെ. എങ്ങനെയായിരുന്നു പായൽ എന്ന് പറയുന്ന ഒരു സംവിധായകന്റെ കൂടെയുള്ള ഒരു എക്സ്പീരിയൻസ് എന്തായിരുന്നു? ഞാൻ ആദ്യമായിട്ടാണ് എന്താ പറയാ പുറത്തൊരു വർക്ക് ചെയ്യുന്നത്, ബോംബെയിൽ പോയിട്ട് വർക്ക് ചെയ്യുന്നത്. ശരി. ഇത് പക്ഷെ എന്ന് വെച്ചിട്ട് മൊത്തത്തില് ബോംബെയിലുള്ള ബോളിവുഡ് ഫിലിംസ് അങ്ങനെ എനിക്ക് പറയാൻ പറ്റില്ലല്ലോ. അപ്പം ഇത് ടോട്ടലി ഫുള്ള് ഒരു FTA ഉള്ള അക്കാദമിക് ബാക്ക്ഗ്രൗണ്ട് ഉള്ള എല്ലാ ടീം ഫുള്ള് അങ്ങനെയൊക്കെ ഉള്ളൊരു ടീമായിരുന്നു. ഇതിൻ്റെ ടോട്ടൽ പ്രോസസ്സ് തന്നെ ഫുൾ നമ്മൾ ഒരുപാട് വർക്ക്ഷോപ്പ് ചെയ്ത് ഒരുപാട് റിഹേഴ്സൽസ് ചെയ്തിട്ടാണ് ഒരു 6-7 months 8 monthsോളം ഞാൻ ഇതിൽ കമ്മിറ്റഡ് ആയിട്ട് നിന്നിട്ടുണ്ട്. ഒരു ഷൂട്ട് ഡേയ്സ് ഒരു 40-45 ഡേയ്സ് ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ ബാക്കി നമ്മൾ എന്താ പറയുക ആക്ടേഴ്സ് എല്ലാവരും കൂടെ ചേർന്ന് അവിടെ തന്നെ പായലിൻ്റെ തന്നെ അവിടെ ബോംബെയിൽ വീട്ടിൽ സ്റ്റേ ചെയ്ത് ഒരുപാട് ഒരു പ്രിപ്പറേഷനുള്ള ഒരുപാട് ടൈം നമുക്ക് കിട്ടിയിട്ടുണ്ട്. അങ്ങനെ ഞാൻ ആദ്യമായിട്ടാണ് ഈ ഫിലിം ഇത്രയും ടൈം കിട്ടി കുറേ റിഹേഴ്സൽ ചെയ്യുന്നത്. പിന്നെ പായലും എൻ്റെ കൂടെ വർക്ക് ചെയ്തിട്ട് എന്താ പറയുക ഒരു ക്യാരക്ടറിനെ എങ്ങനെയൊക്കെ നമ്മൾ അപ്രോച്ച് ചെയ്യണം എന്നൊക്കെ ഉള്ളത് ഒരു ആസ് എൻ ആക്ടർ എനിക്ക് എപ്പോഴും ഈ എങ്ങനെ അപ്രോച്ച് ചെയ്യണം എന്നുള്ളത് ഓരോന്ന് ചെയ്തു വരുമ്പോഴായിരിക്കും നമുക്ക് കുറച്ചും കൂടെ ഐഡിയാസ് കിട്ടുന്നത്. അപ്പോൾ ഈ ഒരു വർക്കിന് ശേഷം എനിക്ക് ഒരു സ്ക്രിപ്റ്റ് വരുമ്പോൾ ഒരു കഥാപാത്രം വരുമ്പോൾ ഏതൊക്കെ രീതിയിൽ ആലോചിക്കാം, ഏതൊക്കെ രീതിയിൽ അതിനെ സമീപിക്കാം എന്നുള്ള ഒരു ഇത് കുറച്ചും കൂടി ഒരു എന്താ പറയുക ഇമ്പ്രൂവ് ആയെന്ന് തോന്നുന്നുണ്ട്. പറഞ്ഞ 2 സ്കെഡ്യൂളായിട്ടായിരുന്നു ഷൂട്ട്. അപ്പോൾ ആ 2 സ്കെഡ്യൂളിനെ മുമ്പായിട്ട് കുറച്ച് ഇത്രയും റിഹേഴ്സൽ ലഭിച്ചിട്ട് ഞാനും ഒരു സിനിമയുടെ കൂടെ വർക്ക് ചെയ്തിട്ടില്ല. എനിക്ക് തോന്നിയിട്ടുള്ളത് പായൽ കുറച്ചുകൂടെ സ്പെസിഫിക് ആണ് എന്താണ് വേണ്ടതെന്നുള്ളത്. അങ്ങനെയുള്ള ഡയറക്ടേഴ്സ് പലരും ഉണ്ട്, പക്ഷെ അത് കിട്ടുന്നവരെ നമ്മൾ ഷോർട്ടിൽ കിട്ടുന്ന ഇത് മാത്രമല്ല. പല ഡയറക്ടേഴ്സ് ചിലപ്പോൾ അവർ ആ ദിവസം അത് കിട്ടാനേ ആലോചിക്കുള്ളൂ. പായൽ അത് റിഹേഴ്സൽ ചെയ്യുമ്പോഴും അത് ഷൂട്ട് ചെയ്യും. നമ്മളില്ലെങ്കിൽ പായലിൻ്റെ അസിസ്റ്റൻസിനെ വെച്ചിട്ടും ഷൂട്ട് ചെയ്യും.
അപ്പം വിഷ്വലി എങ്ങനെയാണ് എല്ലാത്തിനും ഓൾമോസ്റ്റ് എനിക്ക് തോന്നുന്നു ഈ സിനിമയുടെ തന്നെ 2-3 വേർഷൻ എഡിറ്റഡ് ആയിട്ട് ഓൾറെഡി ഉണ്ടാവും പായലിൻ്റെ കയ്യിൽ. അത് റിഹേഴ്സലായിരിക്കും ചിലത് എഡികളും നമ്മൾ അഭിനയിച്ചതും ഒക്കെ പല സീന് അത് തന്നെ ഒരു ഇൻട്രസ്റ്റിംഗ് സിനിമയായിട്ടാണ് ഡോക്യുമെന്റ് ചെയ്ത് വെക്കാൻ അങ്ങനെ പായല് ചെയ്യണം. അത്ര പായലിന് വേണ്ടത് കിട്ടാനുള്ള പരമാവധി ഓൾറെഡി പ്രിപ്പയർ ചെയ്തിട്ടാണ് പോകുന്നത് പായല്. ആ രീതിയിൽ വർക്ക് ചെയ്തിട്ടില്ല. പിന്നെ എനിക്ക് തോന്നിയത് പായല് ആസ് എ ഡയറക്ടർ ഇപ്പം നമ്മൾ നേരത്തെ സംസാരിച്ച എല്ലാവരോടും ഇടപെടുന്നത് ഓൾമോസ്റ്റ് ഒരുപോലെയാണ്. അങ്ങനത്തെ ഒരു ഹയറാർക്കി അങ്ങനത്തെ ഒന്നുമില്ല. എക്സ്ട്രീംലി ഡെമോക്രാറ്റിക്കലാണ്. ആ സെറ്റിലുള്ള എല്ലാ മനുഷ്യരോടും ഇടപെടാൻ ശ്രമിക്കുന്നത്. എനിക്ക് തോന്നുന്നു ആകെ വ്യത്യസ്തമായിട്ട് ഇത്തിരി കാണിക്കുന്നത് പായലിൻ്റെ പാർട്ട്ണറാണ് എൻ്റെ DOP. ആളോട് മാത്രമേ ചിലപ്പോൾ അല്ലാതെ എന്തെങ്കിലും ബിഹേവിയർ ഞാൻ കണ്ടിട്ടുള്ളത്. അത് അടുപ്പമുള്ളതുകൊണ്ട് ചിലപ്പോൾ അത് ബ്രേക്ക് ആവുന്നതായിരിക്കാം. അല്ലെങ്കിൽ ആള് അങ്ങനത്തെ ഒരു രീതിയിൽ ഒരേപോലെയാണ്. പിന്നെ ഈ പറഞ്ഞ പോലെ അവർ ഉദ്ദേശിക്കണത് കിട്ടണവരെ അവരത് ആ റിഹേഴ്സലിൽ തന്നെ അങ്ങനെ ഒരു ഇതുണ്ട്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ളൊരു ആക്ടർ എന്നുള്ള നിലയിൽ നമ്മൾ അവരുദ്ദേശിക്കുന്നതിലോട്ട് പോകാനുള്ള ഒരു ലിമിറ്റേഷനും ഉണ്ട്. ഒരു ആക്ടർ എന്നുള്ള എനിക്ക് വേറൊരു സാധനം ഞാൻ ചെയ്യാനല്ല പായൽ ചിലപ്പോൾ ആഗ്രഹിക്കുക. പക്ഷേ നമ്മൾ എന്തെങ്കിലും അപ്പം പോലും പായൽ ഇല്ല എനിക്ക് മറ്റു തന്നെ അങ്ങനത്തെ ഒരു ഇതുണ്ട്. അത് ഒരു ഓഥറിൻ്റെ മാർക്കുമാണ്. അവർക്ക് വേണ്ടത് തന്നെ വേണം എന്നുള്ളത്. അപ്പം അതൊരു നടി എന്നുള്ള നിലയിൽ നമുക്കൊരു പ്രിസിഷൻ എങ്ങനെ കൊണ്ടുവരാൻ പറ്റും, അതിനകത്ത് കൺസിസ്റ്റൻ്റ് ആയിട്ട് അവർ പറഞ്ഞ ആ പ്രിസിഷൻ എനിക്ക് ഓരോ തവണയും ചെയ്യുമ്പോൾ കിട്ടുന്നുണ്ടോ എന്നൊക്കെ ഉള്ള ഒരു ക്രാഫ്റ്റ് പഠിക്കാൻ സഹായിക്കും അങ്ങനെ ഒരു ഡയറക്ടറിൻ്റെ കൂടെ വർക്ക് ചെയ്യുമ്പോൾ എന്ന് എനിക്ക് തോന്നുന്നു. എന്താ പറയുക, ഒരു ആക്ടർ എന്നുള്ള രീതിയിൽ എപ്പോഴും ഡയറക്ടറിൻ്റെ അടുത്തുനിന്ന് കൃത്യമായിട്ടുള്ള ഒരു പ്രിസൈസ്ഡ് ആയിട്ടുള്ള ഒരു ഡിസ്ക്രിപ്ഷൻ വേണം. ഒരു ക്യാരക്ടർ, ഞാൻ ചെയ്യാൻ പോകുന്ന ക്യാരക്ടർ എന്താണ്, അതുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും, അതായത് അവർ നടക്കുന്നതായിരിക്കാം, അവരുടെ ഒരു എല്ലാം അവർ. അപ്പോൾ ആ ബേസ് അതിനകത്ത് എനിക്ക് ഒരു ഇതുമില്ല. ആ പായലിൻ്റെ അത്രയും പ്രിസൈസ്ഡ് ആയിട്ട് ഡീറ്റെയിൽഡ് ആയിട്ടാണ് നമുക്ക് പറഞ്ഞിരുന്നത്. അതുവരെയുള്ള ഒരു സിനിമ എക്സ്പീരിയൻസ് വെച്ചിട്ട് ഒരു വ്യത്യാസം അങ്ങനെ ഞാൻ കമ്പയർ ചെയ്യുന്നില്ല. പായലിനെ കുറിച്ച് മാത്രം പറയുവാണെങ്കിൽ അതുകൊണ്ട് തന്നെ നമുക്കത് പെർഫോം ചെയ്യാൻ കുറച്ചും കൂടി ഈസി ആവും. ആ ഒരു സ്പേസ് എനിക്ക്. എന്നാൽ അതുപോലെ തന്നെ നമ്മളുടെ അടുത്തുനിന്നും കൂടെ എന്തെങ്കിലും ഒരു സജഷനും അത് ചോദിച്ച് തന്നെ നമ്മൾ പറഞ്ഞ് പായലിൻ്റെയും നമ്മളുടെ ആക്ടറിന്റെ സൈഡിൽ നിന്നുള്ളതും കൂടെ അത് ഡിസ്കസ് ചെയ്ത് അങ്ങനെയൊക്കെയാണ് പലതും സംഭവിക്കുന്നത്. ഭയങ്കര കൊളാബറേറ്റീവ് ആണ്. എന്നാ പായലിന് വേണ്ടത് പായൽ ചിലപ്പോൾ അവസാനം ചെയ്യുള്ളൂ. പക്ഷേ ആദ്യമായിട്ടാണ് എനിക്കൊരു സിനിമ വെച്ചിട്ട് നമ്മുടെ സിനിമ എന്ന് തോന്നുന്ന ഫീൽ ഉണ്ടാക്കിയെടുത്തു. അത് നമ്മൾ അതിനകത്ത് ഏറ്റവും മെയിൻ ക്യാരക്ടർ ചെയ്യണോ അങ്ങനെ അതുകൊണ്ടല്ല. അങ്ങനെ ഇപ്പൊ ഞാൻ വേറെ സിനിമയിലും ചെയ്തിട്ടുണ്ട്. പക്ഷെ ഈ സിനിമ ശരിക്കും എന്താ വന്നിരിക്കണമെന്ന് എനിക്കറിയില്ല. കാരണം പോസ്റ്റ് പ്രൊഡക്ഷനിൽ നമ്മളില്ല. അതിന്റെ എഡിറ്റ് ചെയ്തിരിക്കുന്ന ഓർഡറൊക്കെ കുറെ എഴുതിയതിൽ നിന്ന് മാറിയിട്ടുണ്ടെന്നൊക്കെ പായൽ പറഞ്ഞിരുന്നു. അപ്പൊ എനിക്ക് അറിയില്ല, ശരിക്കും കണ്ടാലേ എനിക്കും അറിയുള്ളൂ എന്താ സിനിമ. പക്ഷെ അതിനാലും സിനിമ ചെയ്യുമ്പോൾ നമുക്ക് ആ ഒരു ഫീല് തീരുന്ന ദിവസം വരെ വെച്ചാൽ ഇതിന്റെ എല്ലാവരും ഇപ്പൊ ഈ സിനിമയുടെ അനൗൺസ്മെന്റ് ഇപ്പൊ പായൽ നമ്മളെ വിളിച്ചിട്ട് ഇങ്ങനെ ഉണ്ടെന്ന് പറയുമ്പോഴും അപ്പൊ ആ സിനിമയിൽ ഉണ്ടായിരുന്ന എല്ലാവരും നമ്മൾ ഓർത്തു പോകും. അങ്ങനത്തെ എക്സ്പീരിയൻസ് അത് പായൽ ഡയറക്ടർ ആയിരിക്കണോണ്ട് തന്നെയാണ് ആ എക്സ്പീരിയൻസ് അത്രയും ഈക്വലി അതിലെല്ലാവർക്കും ഡിസ്ട്രിബ്യൂട്ടഡ് ആയ പോലെ എല്ലാവരും അതിൽ ഇൻവോൾവ് ആകുന്ന രീതിയിലാണ് പായൽ വർക്ക് ചെയ്തത്. പായലിന്റെ ഗുണമായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. ആ സിനിമയിലുള്ള എല്ലാവരും നമ്മുടെ സിനിമ ചെയ്യണം എന്നുള്ള ഇതിലേക്ക് എത്തിക്കുന്ന മാനസികാവസ്ഥയിലേക്ക് നമ്മൾ പ്രൊഡ്യൂസർ ആയതുകൊണ്ട് മാത്രമല്ല അതിൽ അങ്ങനെ നിൽക്കുക, അല്ലെങ്കിൽ നമ്മൾ അതിലുള്ള എല്ലാവരും ഇത് നമ്മുടെ സിനിമയാണെന്നുള്ളതിലോട്ട് എത്തിച്ചു. ഭയങ്കര വലിയ മാനിപ്പുലേറ്റർ ആണെന്ന് തോന്നുന്നു പറയും. അല്ല, അതാണ് ഒരു ഭയങ്കര യുണീക്കായിട്ട് എനിക്ക് തോന്നി. എന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രയും നമ്മൾ ജസ്റ്റ് നമ്മൾ പണി ചെയ്തിട്ട് പോകാന്നുള്ള രീതിയിലാക്കൂല. എനിക്ക് പായൽ അതിലോട് കാണിക്കുന്ന ഒരു സിൻസിയറിറ്റി എന്ന് പറഞ്ഞ സാധനമുണ്ട്. സിൻസിയറിറ്റി എന്നാണോ പറയേണ്ടതെന്ന് എനിക്കറിയില്ല. അതിനെ എടുക്കുന്ന ഒരു രീതി, അത് സിനിമ ചെയ്യാനുള്ള. അപ്പം എന്ന് വെച്ചിപ്പം കുറച്ചൊക്കെ ഒരു ഇതില്ലാത്ത ആൾക്കാർ പോലും അതിൽ ഇൻഫ്ലുവൻസ്ഡ് ആയേക്കാം. ആ ഒരു എനർജി ശരിക്കും കമ്മിറ്റ്മെന്റും എനർജി അല്ലെങ്കിൽ ഇതിലുള്ള ഒബ്സഷൻ കാണുന്നോണ്ട് മാത്രല്ല പായൽ നമ്മളെ ഇൻവോൾവ് ചെയ്യും. അതാണ് പറയാം, എനിക്കിത് സിനിമയ്ക്ക് മാത്രമേ ഇങ്ങനെ പറയുള്ളൂ. എല്ലാ നാടകവും എനിക്ക് ഇങ്ങനെ തന്നെയായിരുന്നു. ഒരു നാടകത്തിന് പോലും എനിക്ക് അല്ലാണ്ട് തോന്നിയിട്ടില്ല. അത് ഈ എക്സ്പീരിയൻസ് എനിക്ക് ജീവിതത്തിൽ ആദ്യമായിട്ടല്ല. പക്ഷെ സിനിമയിൽ ആളുകൾ അത് നമ്മുടെ അടുത്തൊന്നും ആവശ്യപ്പെടാറില്ല പലപ്പോഴും. നമ്മുടെ ഇത് ഉത്സാഹ കമ്മിറ്റി എല്ലായിട്ട് ബാഗ് പാക്ക് ചെയ്ത് അങ്ങോട്ട് ചെല്ലും പലപ്പോഴും. അവിടെ ചെല്ലുമ്പോൾ ഇതൊക്കെ നീ അവിടെ വെച്ചേക്കും പോയാൽ മതി എന്ന് പറയും. മനസ്സിലായോ? അതും ആവശ്യം ഉണ്ടാവുള്ളൂ ചിലപ്പോൾ. ഇതെല്ലാ സിനിമയിലും ആവശ്യപ്പെടുന്നതെന്ന് ഞാൻ പറഞ്ഞില്ല. അതും വേണ്ട, അപ്പോഴും നല്ല സിനിമയൊക്കെ ഉണ്ടാവാം, ഭയങ്കര രസകരമായ സിനിമകൾ വരാം. പക്ഷെ ഇപ്പൊ പായൽ ആസ് എ ഡയറക്ടർ പായലിനത് ഇഷ്ടമായിരുന്നു. എല്ലാവരും അതിൽ ഇൻവോൾവ് ചെയ്ത് കൊളാബറേറ്റ് ചെയ്ത് പായലുകൊണ്ട് പായലിന് മാത്രമല്ല പായൽ ചോദിക്കും. അപ്പം നമ്മൾ
നിനക്ക് എന്തോന്നു ഈ മേശ ഞാൻ വീട്ടിലിടണോ എന്ന് ഇപ്പൊ എന്റെ വീട്ടിലോട്ട് ഞാൻ ഒരാൾ കയറുമ്പോൾ ചോദിക്കുമ്പോൾ അവർക്കും ആ മേശയിൽ ഒരു കാര്യമുള്ള പോലെ തോന്നുന്നു. പിന്നെ അവർ ഇത് ഇങ്ങനെ വെച്ചാൽ നല്ല എന്നിട്ട് അവസാനം ചിലപ്പോ പായൽ അത് എടുക്കും എടുക്കില്ല ആയിക്കോട്ടെ. പക്ഷെ ഈ ഒരു എന്നാലും എല്ലാ ഇൻവോൾവ് പിന്നെ അങ്ങനെ ചെയ്യിപ്പിച്ചതുകൊണ്ട് തന്നെ കുറച്ച് സമയം കഴിയുമ്പോഴത്തേക്കും പായൽ ചോദിക്കാണ്ട് തന്നെ നമ്മൾ പറഞ്ഞു തുടങ്ങും ആ സ്പേസ് എന്തൊരു നല്ലതല്ലേ, എന്ത് രസമുള്ള സ്പേസ് ആണ്. എനിക്ക് ഇപ്പൊ പായലിനടുത്ത് ഒരു സജഷൻ പറയണമെങ്കിൽ ഇപ്പം എനിക്കിത് ഇങ്ങനെ ചെയ്താൽ കൊള്ളായിരുന്നു, ഇത് ഇങ്ങനെ ആയി എങ്ങനെ ഇരിക്കും എന്ന് ചിലപ്പോ ആ ഒരു സ്പേസ് എല്ലായിടത്തും കിട്ടിയിട്ടില്ല. അത് പായൽ ഇങ്ങോട്ട് ചോദിക്കാണ്ട് തന്നെ എനിക്ക് അങ്ങോട്ട് പോയി പറയാം, ദേ എനിക്ക് ഇങ്ങനെ തോന്നുന്നത്, അല്ലെങ്കിൽ ഇതിങ്ങനെ വേണോ എന്ത് തോന്നുന്നു. ആ ഡിസ്കഷനുള്ള ഒരു സ്പേസ് ഭയങ്കരമായിട്ട് അവിടെ ഉണ്ടായിരുന്നു. അത് ചില ഡയറക്ടേഴ്സ് ആക്ടേഴ്സും തരാറുണ്ട്. ഞാനിപ്പോ പാലൊന്നും അല്ലാത്ത സിനിമയിലും കണ്ടിട്ടുണ്ട്. ചിലപ്പോ മഹേഷിന്റെ സിനിമയിലും എനിക്ക് പക്ഷേ അവിടെയുള്ള ഏടികൾക്ക് വരെ ആ ഒരു അവസരം കിട്ടുന്നത് ഞാൻ കണ്ടിട്ടില്ല. ഞാൻ പായല് മാത്രമേ ഉള്ളൂ. പായൽ അവിടെയുള്ള എല്ലാവരുടെ ചിലപ്പോൾ അത് ചോദിക്കും, അങ്ങനെ ഞാൻ കണ്ടിട്ടില്ല. ആക്ടേഴ്സിനോട് മിക്കവാറും ചോദിക്കും ഡയറക്ടേഴ്സ്, അവർക്ക് ആ ഒരു പ്രിവിലേജ് കിട്ടാറുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. പക്ഷേ അവരുടെ എന്നോട് പറയും കനി, പക്ഷേ നമ്മുടെ ആ ചേട്ടനുണ്ടല്ലോ ഇത് ഇങ്ങനെ ഇഷ്ടമല്ല എന്ന് പറയും. അയാൾക്ക് എന്താ ഇത് ഈ സീനിൽ ഇഷ്ടം, പക്ഷെ ഇങ്ങനെ തന്നെ ചെയ്യാല്ലേ. എല്ലാവരോടും പായൽ ഡിസ്കസ് ചെയ്യും പരമാവധി. അങ്ങനെ അവിടെയുള്ള ടീമിലുള്ള അതുകൊണ്ടേ പറയും ഇത് റിസീവിംഗും ആണ്. അതെ ശരി. എന്താണ് അതിൻ്റെ ഒരു ത്രെഡ് എന്താണ് ഈ ഓൾ വി ഇമാജിൻ അസ് ലൈറ്റ് എന്ന് പറയുമ്പോൾ? ഞാൻ എപ്പോഴും ആലോചിക്കും ഇങ്ങനെ ഈ സിനിമയുടെ ഒരു വൺ ലൈൻ പറയും, ഒരു ത്രെഡ് പറയുന്ന പറയുമ്പോൾ എനിക്ക് അങ്ങനെയും പറയാം ഇങ്ങനെയും പറയാം. എനിക്ക് എൻ്റെ അടുത്ത് ചോദിക്കുകയാണെങ്കിൽ ഇപ്പം ഒരു 2 മലയാളി നേഴ്സസ് ബോംബെയിൽ പോയി വർക്ക് ചെയ്യുന്നു. അപ്പം അവരുടെ ആ സ്ഥലമായിട്ട് ഒരു ഡിസ്പ്ലേസ്മെന്റും ആ ബോംബെ എത്രത്തോളം അവർക്ക് എന്താ പറയുക ബിലോങ് ചെയ്യുന്നു, അല്ലെങ്കിൽ ഈ 2 സ്ത്രീകൾ തമ്മിലുള്ള ഒരു എന്താ പറയുക ആ ഒരു റിലേഷൻഷിപ്പ് എങ്ങനെയാണ്, ഡിഫറെൻറ്റ് ബാക്ക്ഗ്രൗണ്ട് എന്ന്, വേറെ തരം എക്സ്പീരിയൻസ് ഉള്ള വേറെ തരം സ്വഭാവ സവിശേഷതകളുള്ള 2 സ്ത്രീകൾ തമ്മിലുള്ള ആ ഒരു അതും അതുപോലെ തന്നെ ഞങ്ങൾ മാത്രമല്ല ഛായാകഥ എന്ന് പറഞ്ഞൊരു ക്യാരക്ടർ ഉണ്ട്, ആക്ടറുണ്ട്, സോറി തെറ്റിപ്പോയി. അപ്പം അത് കഴിഞ്ഞ് ഞങ്ങളുടെ ഒരു ട്രാവലും ഒക്കെ സംഭവിക്കുന്നുണ്ട്, ഞങ്ങൾ 3 സ്ത്രീകളുടെ ഒരുമിച്ച്. അപ്പം ബേസിക്കലി എനിക്ക് തോന്നിയിട്ടുള്ളത് അവരവരുടെ നാട്ടിൽ താമസിക്കാതെ ഒരു നഗരത്തിൽ പോയി ജോലി ചെയ്യുന്ന ആൾക്കാരുണ്ടാവുമല്ലോ പല നാട്ടിൽ നിന്ന്. അപ്പം അതിലുള്ള ദിവ്യ അഭിനയിച്ചത് ഞാനായാലും ഛായജി അഭിനയിച്ചാണെങ്കിലും ഋതു ആണെങ്കിലും വേറൊരു ക്യാരക്ടറുണ്ട് അസീസ് നെടുമങ്ങാടിയിട്ടുള്ള എല്ലാ കഥാപാത്രങ്ങളും പല നാട്ടിൽ നിന്ന് ഒരു നഗരത്തിൽ ജോലിക്ക് അനുബന്ധമായിട്ട് പോയി താമസിക്കുന്ന മനുഷ്യരാണ്. അതിനകത്ത് ഓരോ മനുഷ്യർക്കും ഓരോ സ്ട്രഗിൾ ഉണ്ട്. ഈ ഓരോ അവിടെ ജീവിച്ച് പോരാൻ അവരനുഭവിക്കുന്ന അതിലുണ്ടാവുന്ന ഫ്രണ്ട്ഷിപ്പുകളും ഉണ്ട്, അതിലുണ്ടാവുന്ന അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്. ആ നഗരത്തിനെ അവർ നോക്കിക്കാണുന്ന രീതികൾ, ആ വ്യക്തികളുടെ ജീവിതാനുഭവവും കൂടി ചേർന്നിട്ടും അവരെങ്ങനെ ജീവിതത്തിനെ കാണുന്നതനുസരിച്ചാണ്. അതിലിപ്പം ദിവ്യയുടെ കഥാപാത്രം ആ നഗരത്തിനെ കാണുന്ന പോലെ ആയിരിക്കില്ല എൻ്റെ കഥാപാത്രം. പക്ഷെ ഇവരെല്ലാം ഈ സ്ഥലത്തുനിന്ന് മാറി വന്ന് നിൽക്കുന്നവരാണ്. അതിൽ ഈ പറഞ്ഞ പോലെ ഫ്രണ്ട്ഷിപ്പ് ഉള്ളവരും ഉണ്ട്, ഇതിനകത്ത് ചെറിയൊരു പ്രശ്നങ്ങളുള്ളവരും ഒക്കെ ഉണ്ട്. പക്ഷേ കഥ തീരുന്ന സമയത്ത് ആ ഒരു ഡൈവേഴ്സായിട്ടുള്ള മനുഷ്യർക്കൊരു ഒരുമിച്ച് ഇരിക്കാം എന്ന് പറഞ്ഞൊരു സ്ഥലത്തേക്ക് എത്തുന്നു. പായൽ ശരിക്കും മലയാളി അല്ലല്ലോ അല്ലെ, മലയാളത്തിലാണ് ഇത് ചെയ്തിരിക്കുന്നത് അല്ലെ. പായലിനോട് സംസാരിച്ചിട്ടുണ്ട് എന്തുകൊണ്ടാണ് പായൽ അങ്ങനെ ഒരു മീഡിയം തെരഞ്ഞെടുത്തത് എന്നുള്ളത്. ഇപ്പം നേഴ്സിന്റെ കഥ പറയാൻ നമുക്ക് ഏത് ലാംഗ്വേജും എടുക്കായിരുന്നല്ലോ. പായലിന്റെ വീട്ടില് പായലിന്റെ ഗ്രാൻഡ് മദറിനെ നോക്കാനായിട്ടൊരു മലയാളി നേഴ്സ് ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് പായല് അവരോട് മിണ്ടുമ്പോഴൊക്കെയും പാലിന് ഇങ്ങനെ ഒരു കഥ പറയണായിരുന്നു, ഇതൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി, അങ്ങനെ കൊണ്ടാണ് അതങ്ങനെ എഴുതിയത്. അത് ശരി. മലയാളിയായിരുന്നു അവര് മലയാളി നേഴ്സായിരുന്നു. അപ്പൊ അവരോട് ഇടപെടുന്നതും അവര് മിണ്ടിയതും ആ ഒരു ഇത് സ്ട്രോങ് ആയിട്ട് ഉള്ളിൽ കിടന്നപ്പോ കഥ ഇങ്ങനെ മൈഗ്രന്റ് ലേബേഴ്സിന്റെ കഥ പറയാനാകുമ്പം ഒക്കെ നേഴ്സ് അങ്ങനെ മലയാളി എന്നുള്ളത് ചൂസ് ചെയ്തു. അതുകൊണ്ടാണ് മലയാളത്തിലേക്ക് വന്നത്. ഇപ്പൊ 2 പേരും മികച്ച അഭിനേത്രികൾ എന്നുള്ള രീതിയിൽ പേരെടുത്തു കഴിഞ്ഞവരാണ്. പക്ഷെ നിങ്ങളെ തേടിയിട്ട് ഒരുപാട് അങ്ങനെ ഉണ്ടല്ലോ അവസരങ്ങൾ നിങ്ങളെ തേടി ഒരുപാട് വരുന്നുണ്ടോ, അതോ നിങ്ങൾ തന്നെ സ്ക്രീൻ ചെയ്യുന്നത് കൊണ്ടാണോ? ഇപ്പൊ നമ്മൾ എപ്പോഴും കണ്ടുകൊണ്ടിരിക്കുന്നില്ലല്ലോ സിനിമകളിൽ നിങ്ങളെ. എന്താണ് അതിന്റെ ഒരു കാരണം എന്താണ് തോന്നിയിട്ടുള്ളത്? കാരണം എനിക്കറിയില്ല, വിളിക്കാത്ത ആൾക്കാരോട് ചോദിക്കാൻ പറ്റുള്ളൂ, നമ്മളോട് ചോദിച്ചാൽ എനിക്കറിയില്ല. ഉറപ്പായിട്ടും ഒരുപാട് ഓഫേഴ്സ് നമുക്ക് ഇത്രയും സിനിമകൾ വന്നിട്ട് ഇതിന്ന് ഒരെണ്ണം ചൂസ് ചെയ്യാം, അങ്ങനെ ഒരു ഓപ്ഷൻസ് ഇല്ല എന്തായാലും. സ്ക്രീൻ ഇപ്പൊ ചോദിച്ചില്ലേ, സ്ക്രീൻ ചെയ്തിട്ട് വരാത്തോണ്ടാണ് വരാത്തത് കൊണ്ടാണ്. ഇപ്പം എന്റെ അടുത്ത് ഇത് ചൂസ് ചെയ്തിട്ടാണോ ഇത്രയും സിനിമകൾ ചെയ്യുന്നത്? എനിക്ക് ചൂസ് ചെയ്യാൻ ഇതേ ഉള്ളൂ. ഒരുപാട് ഉണ്ടെങ്കിൽ എന്നോട്ട് വരുന്നതൊക്കെ ഒട്ടുമിക്കുന്നത് ഞാൻ ചെയ്യുന്നുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. ഒഴിവാക്കിയതുണ്ട് ഉറപ്പായിട്ടും പല കാരണങ്ങളാൽ, പക്ഷെ കൂടുതലും ചെയ്തിട്ടേ ഉള്ളൂ. അത് ശരിയാണ്, അങ്ങനെ തന്നെയാണ്. പക്ഷെ ഞാൻ മലയാളത്തിൽ നിന്ന് എനിക്ക് വരാറേ ഇല്ല, ഇങ്ങനെ പറയാൻ പോലും വരാറില്ല.
പായലും മലയാളി ഡയറക്ടർ അല്ല. അതെ അതെ അതെ. മലയാളത്തിൽ നിന്ന് എനിക്ക് വരാറില്ല, ഞാൻ എല്ലാം ഹിന്ദിയിലാണ് ചെയ്യണേ. എനിക്ക് ഹിന്ദിയിൽ ഈ പ്രശ്നമില്ല. എനിക്ക് ഇടയ്ക്കിടയ്ക്ക് ഓഡിഷൻ വരും, എനിക്ക് എപ്പോഴും ചെയ്യാനുണ്ടാവും. ഞാൻ ചിലപ്പോൾ അതിന് ചൂസ് ചെയ്യായിരിക്കും, ചിലപ്പോൾ ഞാൻ ഇത്തിരിയെങ്കിലും, അത് ഭയങ്കരമായിട്ടുണ്ടെന്നല്ല, പക്ഷെ ഹിന്ദിയിൽ നിന്ന് എനിക്ക് വരാറുണ്ട്. മലയാളത്തിൽ നിന്ന് എനിക്ക് ഒരിക്കലും എന്ന് വെച്ചാൽ ഇപ്പോൾ ഒരു പിന്നെ എനിക്ക് എന്നെ പറയാൻ, ഞാൻ കുറേ കാലം ചെയ്യാൻ ആഗ്രഹിച്ചിട്ടുള്ള ആളാണ്. അപ്പം എന്നെ പണ്ടൊക്കെ വിളിക്കുമ്പോൾ ഇല്ല, ഞാൻ പോവില്ലായിരുന്നു. അതായത് ഒരു 2002 to 2010 വിളിക്കുമ്പോൾ ഞാൻ എപ്പോൾ വിളിക്കുമ്പോഴും ഞാൻ തന്നെ എടുത്തിട്ട് പറയാൻ എനിക്ക് താല്പര്യമില്ല. എനിക്ക് അഭിനയിക്കാൻ ശരിക്കും സിനിമയിൽ അഭിനയിക്കാൻ താല്പര്യം ഉണ്ടായിട്ടില്ല. ഇപ്പോഴും നാടകം എന്നും ഉണ്ടെങ്കിൽ സിനിമയിൽ അഭിനയിക്കാൻ പോകാൻ വഴിയില്ല. നാടകത്തിൽ നിന്ന് എനിക്ക് പൈസ കിട്ടുന്ന ഞാൻ സിനിമയ്ക്ക് പോവുകയില്ല. ഒട്ടും അങ്ങനെ ഒരു ഇഷ്ടമുള്ള മീഡിയം അല്ല അതിന്റെ വർക്ക് പ്രോസസ് ഒന്നും. അതായത് നമുക്ക് നാടകം ചെയ്തിട്ട് ജീവിക്കാനുള്ള പൈസ കിട്ടുകയും എന്നും എല്ലാ 2 മാസം കൂടുമ്പോൾ നാടകം ഞാൻ ഒരിക്കലും പോകില്ല. അതിന് ഒരു സംശയം, അതിന്റെ 7 അയലത്ത് പോലും എനിക്ക് സിനിമ വരുന്നില്ല അതിൽ നിന്ന് കിട്ടുന്ന പ്ലഷർ എന്ന് അങ്ങനെ പറഞ്ഞ. പക്ഷെ ഇതിന്നാണ് പൈസ കിട്ടുന്നതെന്ന് വരുന്നത് തന്നെയാണ് ഞാൻ ചെയ്യണേ. അപ്പോഴും എന്ത് കാരണം കൊണ്ടായിക്കോട്ടെ, ലൈക്ക് മലയാളത്തിൽ നിന്ന് അങ്ങനെ ഒരു വർക്കിന് വിളി എനിക്ക് ഏറ്റവും കുറവാണ്. പണ്ട് എന്ന് വെച്ചാൽ ഇപ്പോൾ ഒരു കഴിഞ്ഞൊരു 10 വർഷത്തെ ഇല്ല, പക്ഷെ ആദ്യത്തെ പണ്ട് ഫിലിം ആയിരുന്നു, ഡിജിറ്റലിന് മുമ്പ് ഫിലിം ആയിരുന്നൊരു സമയത്തൊക്കെ എനിക്ക് മിക്കവാറും കോള് ഒക്കെ വരുമായിരുന്നു, എന്തെങ്കിലും ചെയ്യാനോ എപ്പോഴും. പക്ഷെ ഞാൻ അന്നൊട്ടും സിനിമയിൽ പോകാൻ എനിക്ക് താല്പര്യം ഇല്ലാത്തതുകൊണ്ട് പരമാവധിയും പോകില്ലായിരുന്നു. ഇപ്പം വർക്ക് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പം എനിക്കൊരു ഹിന്ദിയിൽ നിന്നാണ് എനിക്ക് കൂടുതൽ വന്നിട്ടുള്ളത്. ബിരിയാണിക്ക് ശേഷമാണോ കൂടുതലും അവസരങ്ങൾ വന്നു തുടങ്ങിയത് മലയാളത്തിൽ? അല്ല, ബിരിയാണിക്ക് മുമ്പ് പിന്നെ വരുമായിരുന്നു, ഇപ്പൊ ഒട്ടുമില്ലാത്തൊരു. പിന്നെ എനിക്ക് തോന്നുന്നത് ഇപ്പൊ എനിക്ക് വരുന്ന ഇപ്പൊ അറിയിപ്പിന് ശേഷം അങ്ങനെയൊക്കെ നോക്കുവാണെങ്കിൽ വരുന്നതെല്ലാം ആ നമ്മൾ ചെയ്തു വെച്ച കഥാപാത്രമായിട്ട് ബന്ധപ്പെട്ട അങ്ങനെ വരുമ്പോ നമുക്കൊരു അത് പക്ഷെ എപ്പോഴും അങ്ങനെ തന്നെയായിരുന്നു എന്നെ സംബന്ധിച്ചോളം. ഇപ്പൊ ഞാൻ കോക്ടെയിലില്ല ആ സീൻ ചെയ്തിട്ടുണ്ടെങ്കിൽ എല്ലാ സിനിമയിലും ഒരു സെക്സ് വർക്കർ ഉണ്ടെങ്കിൽ അപ്പൊ വിളിക്കും, മനസ്സിലായോ? അതൊരു ഈ ബിരിയാണി സിനിമയായിട്ട് പോലോ അല്ലെങ്കിൽ ഒരു മുഴുനീള ചെയ്യുന്നതായിട്ട് പോലും ബന്ധമില്ല. അത് നമുക്ക് മാത്രം ഉള്ളത് പോലും അല്ല, മലയാള സിനിമയിലുള്ള എല്ലാ എല്ലാവരുടെയും അവസ്ഥയാണ്. ആ നടി അത് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ നടീനെ ആ നടനെ വിളിച്ചിട്ട് ആ നടൻ മറ്റേ സിനിമയിൽ നന്നായിട്ട് അഭിനയിച്ചിട്ട് ആ കള്ളനായിട്ട് ഈ സിനിമയിൽ കള്ളനായിട്ട് ആളെ തന്നെ വിളിക്കും. അങ്ങനെ നോക്കുമ്പോൾ ആക്ച്വലി അങ്ങനെ ഒന്ന് വേറെ കാസ്റ്റ് ചെയ്തിട്ടുള്ള ആള് പായലാണ് എന്നെ. ഞാൻ ചെയ്ത് വെച്ചിട്ടുള്ളത് വെച്ച് നോക്കുമ്പോ ഇവിടുന്ന് ആരും എന്നെ അങ്ങനെ വിളിച്ചിട്ടില്ല, പ്ലേസ് ചെയ്തിട്ടില്ല. എപ്പോഴും ഒന്നെങ്കിൽ ഭയങ്കര ഇമോഷണൽ, എന്താ അത്രയ്ക്കും കനമുള്ള ക്യാരക്ടേഴ്സ് ആയിരിക്കും, ഭയങ്കര ലൈറ്റ് ആയിട്ടുള്ള ഒരു ക്യാരക്ടേഴ്സിന് തന്നെ ഇവിടുന്ന് അങ്ങനെ കുഴപ്പമില്ല. പക്ഷെ അപ്പോഴും ഈ പറയുന്ന നമ്മൾക്ക് ചില വേറെ തരം എനർജി ഒക്കെ ഉള്ള ക്യാരക്ടേഴ്സ് ചെയ്യാൻ ആഗ്രഹം ഉണ്ടാവും. പക്ഷെ ഇപ്പം അങ്ങേയറ്റം പോയ തമാശ വരെയൊക്കെ ആയിരിക്കും എത്തുള്ളൂ അവർ ആ ക്യാരക്ടറിന്റെ ഒരു എനർജി ഒക്കെ പറയുവാണെങ്കിൽ. പക്ഷെ നമ്മൾ ആക്ടർ എന്ന് പറയുമ്പോൾ എല്ലാ രീതിയിലും ട്രൈ ചെയ്യാൻ ആഗ്രഹമുള്ള ആൾക്കാരാണ്. ഓഡിഷന് വിളിക്കാത്തതാണ് എനിക്ക് ബുദ്ധിമുട്ടുള്ളത്. ഞാൻ ഒരാളെ ഒബ്വിയസ്ലി സെലക്ട് ചെയ്യാൻ നമുക്ക് ചെയ്ത് നോക്കിയാൽ പറ്റും. പക്ഷെ ഇവിടെ എനിക്ക് വർക്ക് ചെയ്യാൻ പിന്നെ ഒരു കാര്യം, 2010 വരെ ഇടയ്ക്കുള്ള ഡയറക്ടേഴ്സിൻ്റെ കൂടെ ഒന്നും വർക്ക് ചെയ്യാനും തോന്നിയിട്ടില്ല എനിക്ക്. തുറന്ന് ഞാൻ പറഞ്ഞു, എനിക്ക് അങ്ങനെ ഒരു മലയാള സിനിമയൊന്നും അഭിനയിക്കാൻ മുട്ടെന്നൊന്നും ഒട്ടും തോന്നാറില്ലായിരുന്നു. ഇപ്പോഴാണ് കുറച്ചെങ്കിലും, പണ്ട് കുറേ നല്ല കഥകൾ തോന്നിയിട്ടുണ്ട്. 80 നമ്മളൊക്കെ ചെറുതായിരിക്കുമ്പോഴോ അല്ലെങ്കിൽ ജനിക്കുന്നതിന് മുമ്പൊക്കെ ഉള്ള ചിലപ്പോൾ KG ജോർജിൻ്റെ അല്ലെങ്കിൽ ചില ഡയറക്ടേഴ്സ് ആ സമയത്ത് ജീവിച്ചിരുന്നെങ്കിൽ നടി ആയിരുന്നെങ്കിൽ അഭിനയിക്കാൻ നമുക്ക് തോന്നാനൊക്കെ സാധ്യതയുള്ള, അല്ലെങ്കിൽ ഇപ്പോൾ ഉർവശിക്ക് കിട്ടിയിട്ടുള്ള അത്രയും പെർഫോം ചെയ്യാമെന്ന് എനിക്ക് അറിയാമെന്ന് എനിക്ക് ഒട്ടും തോന്നുന്നില്ല. പക്ഷെ അവരൊരു ഏറ്റവും മികച്ച നടിയായിട്ട് ഞാൻ കരുതുന്ന ഒരാളാണ് ഉർവശി. അപ്പോൾ അവർക്ക് കിട്ടിയിട്ടുള്ള കഥാപാത്രങ്ങൾ കാണുമ്പോൾ എന്ത് രസമായിട്ട് എഴുതപ്പെട്ടിട്ടുണ്ട് എന്നൊക്കെ തോന്നുന്ന, ഇപ്പോൾ പാട്രിയാർക്കിക്കലും പൊളിറ്റിക്കലി പ്രശ്നമൊക്കെ അതിലുണ്ടാവും. അപ്പോൾ പോലും ഒരു നടിക്ക് പെർഫോം ചെയ്യാനായിട്ട് എഴുതിയിട്ടുണ്ടെന്ന് തോന്നുന്ന കഥാപാത്രങ്ങൾ ആ സമയത്തും കണ്ടിട്ടുണ്ട്. പ്രത്യേകിച്ച് കാണാത്ത ഏറ്റവും സ്ത്രീ കഥാപാത്രങ്ങൾ ലീസ്റ്റായിട്ട് ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ട് എഴുതിയ സമയം എനിക്ക് ആ ഒരു 2000-2010 ഇടയ്ക്കാണ് മലയാള സിനിമ ശരിക്കും എന്തിനാണ് അഭിനയിക്കാൻ പോകുന്നത് തോന്നിയിട്ടുള്ളത്. അതുകൊണ്ടും കൂടെ ഒക്കെ ആയിരിക്കും ചിലപ്പോൾ അന്ന് ഒട്ടും പോകാൻ തോന്നാതിരിക്കുന്നത്. ഇപ്പൊ പിന്നെയും കുറച്ച് ബെറ്റപ്പെട്ട, അപ്പോഴും സ്ത്രീ കഥാപാത്രങ്ങളൊന്നും ഭയങ്കര രസമായിട്ടൊന്നും ഇപ്പോഴും എഴുതുന്നതായിട്ട് ചില സിനിമയിൽ ഇടയ്ക്കുണ്ടെന്നല്ലാണ്ട് മിക്കപ്പോഴും ആണുങ്ങളുടെ ഭയങ്കര രസമുള്ള കഥാപാത്രങ്ങളാണ് കാണുന്നത്. അതിൽ ഈ പറഞ്ഞ പോലെ ഓഡീഷന് തന്നെ ചിലപ്പോൾ നമ്മൾ അപ്പം വർക്ക് ചെയ്യാൻ തോന്നുന്ന ആൾക്കാരോട് ഞാൻ അങ്ങോട്ട് ചോദിച്ചിട്ടുണ്ട്. ഇപ്പൊ കഴിഞ്ഞ 4 വർഷം ഞാൻ ഇടയ്ക്ക് ചോദിച്ചിട്ടുണ്ട്, നിങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഓഡീഷന് വിളിക്കണേ എന്ന് ഞാൻ ചോദിക്കാറുണ്ട്. പക്ഷെ ഓഡീഷൻ തന്നെ വിളിക്കാറില്ല. അത് എനിക്കോ അല്ലെങ്കിൽ ദിവ്യക്കോ മാത്രമല്ല, നമുക്ക് അവരെല്ലാരും പറയാറുണ്ട്. അപ്പൊ അവർ പറയില്ല കനി ഇത് ചെയ്ത, അപ്പൊ നിങ്ങൾ ഓൾറെഡി ഞങ്ങളെ ഓഡിഷൻ ചെയ്ത് അത് പെർഫോം ചെയ്ത് ഒരു തവണ കണ്ടിട്ട് എന്നോ എന്ന് പറയുന്നതിൽ എന്താ കുഴപ്പം? എനിക്ക് ഒരു കുഴപ്പമില്ല അങ്ങനെ, അല്ലെങ്കിൽ പലർക്കും ഒരു കുഴപ്പമില്ല. പക്ഷെ അതിന് തന്നെ വിളിക്കൽ ഇല്ല. ഞാനൊരു ഭയങ്കര മികച്ച നടിയായിട്ട് ഞാൻ എന്നെ കരുതുന്നില്ല. അതും കൊണ്ട് അവസരം ഇല്ലാതിരിക്കാം. പക്ഷെ ഞാൻ അഭിനയിക്കുന്നുണ്ടോ ഇല്ല എന്നുള്ളത് വിടൂ. അല്ലാതെ തന്നെ ഇവിടെ സ്ത്രീകളാണെങ്കിലും എല്ലാ ജെൻഡറിലുള്ള ആൾക്കാർക്കൊക്കെ ആണെങ്കിലും ഒക്കെ, ഇപ്പം ഇനിയിപ്പം ആണിന്റെ പെണ്ണിനെ വിടും, വേറെ ജെൻഡറിലേക്ക് എല്ലാ ജോലിയിലും വളരെ എക്സലന്റ് ആയിട്ട് പെർഫോം, ആ ജോലി നന്നായി ചെയ്യാൻ പറ്റുന്നവരും
ഒരു ആവറേജ് എബോ ചെയ്യാവുന്ന ഒക്കെ തരത്തിലുള്ള ആൾക്കാർ എല്ലാ ജോലിയിലുള്ളവരും ഇതിലും ഉണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അല്ലാണ്ട് ഏറ്റവും നന്നായിട്ട് അഭിനയിക്കുന്ന ആളുകൾക്ക് മാത്രം അഭിനയിക്കാൻ കഴിവുണ്ടെങ്കിൽ ചെയ്യുന്ന ഒരു പണിയല്ല. കുറച്ചൊക്കെ അഭിനയിക്കാൻ പറ്റുന്നവർക്കും ചെയ്യാൻ പാടും. അങ്ങനെയാണല്ലോ എല്ലാ ജോലിയും. അത്രേ ഞാനും ഇതിനെ കരുതുന്നുള്ളൂ. അപ്പൊ അതില് വൈവിധ്യമായിട്ട് എഴുതപ്പെട്ടിട്ടുള്ള ക്യാരക്ടേഴ്സ് ഉണ്ടെങ്കിലേ നമുക്കും ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ എനിക്ക് തോന്നിയിട്ടുണ്ട് ഈ പറഞ്ഞ പോലെ നമ്മളെ ഓരോന്ന് വിളിക്കും, അപ്പൊ ഞാൻ ഒന്ന് മാറി ഇന്റർപ്രറ്റ് ചെയ്തത് അഭിനയിക്കും. അപ്പൊ ഇതുപോലെ വേണ്ട, മറ്റേ സിനിമയിൽ അഭിനയിച്ച അതുപോലെ അപ്പൊ ഞാൻ എന്റെ അമ്മേ. അതുപോലെ സോറി, ഈ ഒരു കാര്യം ഓർമ്മ വന്നത്, നമ്മളിപ്പോ ഒരു എന്താ പറയാ ജേർണലിസ്റ്റോ സൈക്കോളജിസ്റ്റോ അല്ലെങ്കിൽ പോലീസ് ഓഫീസറോ അതിന് ഡബ് ചെയ്യണ്ട, ആ സൗണ്ട് ശരിയാവില്ല. അങ്ങനെ സൗണ്ട് ഉള്ള സ്ത്രീകളില്ലേ സൈക്കോളജിസ്റ്റോ പോലെ, അതിന് വേറൊരു പ്രത്യേക തരം ശബ്ദമേ പറ്റൂ എന്നൊക്കെ. അതൊക്കെ ഒരുപാട് പണ്ട് ഇപ്പൊ കാവ്യമാധവൻ ഞാൻ വിളിക്കും, നല്ലൊരു നടിയാണ് അവർക്ക് ആകെ 1-2 സിനിമ ഡബ് ചെയ്യാൻ അവസരം കൊടുത്തിട്ടുള്ളൂ. അവരുടെ ശബ്ദം ശരിക്കും കാവ്യമാധവൻ ശബ്ദം കൊടുത്ത ഒരു സിനിമ 1 അല്ല 2 സിനിമ, ഒന്ന് ബാവുട്ടിയുടെ നാമത്തിൽ, അതിൽ അവർ എക്സലന്റ് ആയിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട്. കിട്ടിയിട്ടുണ്ട്. അപ്പൊ ആയിരിക്കും അവർക്ക് ഒരിക്കലും അതൊന്നും ഇപ്പൊ ഉള്ള ഒരു കാര്യത്തിലല്ല, ഇതിങ്ങനെ വർഷങ്ങളായിട്ട് പോരണ ഒരു സംഭവമാണ്. ഈ ടൈപ്പ് ചെയ്ത ആ ഒരു സാധനം മതി എന്ന് പറയണതും. പക്ഷെ അത് ബ്രേക്ക് ചെയ്തിട്ടുള്ളത് കാണുമ്പോൾ ഭയങ്കര രസമുണ്ട്. പല സിനിമകളും ബ്രേക്ക് ചെയ്തിട്ടുണ്ടല്ലോ, നന്നായിട്ടുണ്ട്, പലതും നന്നായിട്ടുണ്ട് ബ്രേക്ക് ചെയ്ത് വരുമ്പോ ആ രീതിയിൽ. പക്ഷെ എനിക്ക് ഹിന്ദിയിൽ അങ്ങനത്തെ ഒരു കംപ്ലൈന്റ് എനിക്കില്ല. ആക്ച്വലി എന്നെ അങ്ങനെ ടൈപ്പ് കാസ്റ്റ് അവിടെ ചെയ്യിച്ചിട്ടില്ല ഇതുവരെ. അതുകൊണ്ട് എനിക്ക് സമാധാനം. ഇപ്പം ഞാൻ ഒരു ഓക്കെ കമ്പ്യൂട്ടർ എന്ന് പറഞ്ഞ സീരീസ് എനിക്ക് കോമഡി ബെസ്റ്റ് കോമഡിക്കാണ് അവാർഡ് കിട്ടിയത് ഫിലിം ഫെയർ. അപ്പം എന്റെ ജീവിതത്തിൽ എനിക്ക് ഒരു അവാർഡ് കിട്ടിയത് ശരിക്കും ഞാൻ ആസ്വദിച്ച് മേടിച്ച് സന്തോഷം കൊണ്ട് മേടിച്ചത് അത് മാത്രമാണ്. അല്ലെങ്കിൽ ഇപ്പം മഹാറാണി എന്നൊരു സീരീസ് ചെയ്താലും സൂപ്പ് ചെയ്യുമ്പോഴും പോച്ച് ചെയ്യുമ്പോഴും എല്ലാം വേറെ വേറെയാണ്. എനിക്ക് ഭാഗ്യത്തിന് അങ്ങനെ ഒരു അവസരം കുറച്ച് അവിടെ അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല ഇതുവരെ. അതിനി ഉണ്ടാവും. പക്ഷെ എനിക്കൊന്ന് കനി ബിരിയാണി ചെയ്തത് ഓഡീഷൻ ചെയ്തിട്ടല്ലല്ലോ. പക്ഷെ സജിന് വളരെ മുമ്പേ പണ്ട് ഒരു സിനിമയ്ക്ക് ഒരു ശ്രീലങ്കൻ പ്രസന്ന എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ദർശനയും റോഷനും ഒരു സിനിമ ചെയ്തിരുന്നു, പാരഡൈസ്. അതിന്റെ ഡയറക്ടർ 10-14 വർഷം പോയി. അന്നും എനിക്ക് ഇതിൽ അഭിനയിക്കാൻ താല്പര്യമില്ല. അത് നല്ലൊരു സിനിമയാണ്, വിത്ത് യു വിത്തൗട്ട് യു എന്ന് പറഞ്ഞിട്ട് അഞ്ജലി പട്ടേൽ അഭിനയിച്ചൊരു സിനിമയാണ്. അവർ ആ സിനിമയിൽ ആ ക്യാരക്ടർ ചെയ്യാൻ എന്നെയാണ് അയാൾ വിളിച്ചിരുന്നത്. അപ്പൊ അന്ന് സജിനൊക്കെ ആളുടെ എ ഡി ആയിട്ടൊക്കെ നിൽക്കുന്നൊക്കെ ആണ്. അപ്പൊ ആ എ ഡി ആയിട്ടാണോ എന്നറിയില്ല, ആൾക്ക് അറിയായിരുന്നു സജിന് ആ പ്രോജക്റ്റിനെ അറിയാതെ, എങ്ങനെയാണെന്ന് ഇപ്പൊ എനിക്ക് ഓർമ്മയില്ല. അപ്പോൾ അന്നും എനിക്ക് വേറെ പ്ലേ ഉള്ളതുകൊണ്ട് ഞാൻ പോയിട്ടില്ല ആ സിനിമ അഭിനയിക്കാൻ. എനിക്ക് പ്ലേ ചെയ്യാൻ ഇഷ്ടമുള്ള ഞാൻ നാടകം കളിക്കാൻ പോയി. ഞാനാണ് അഞ്ജലിനെ സജസ്റ്റ് ചെയ്യണം, അഞ്ജലിയാണ് അത് ചെയ്യണത് പോലും. അത്രയ്ക്കും എനിക്ക് അങ്ങനെ ഒരു താല്പര്യമുള്ള സ്ഥലം ആയിരുന്നില്ല എന്ന് പറയണം. അപ്പം അന്ന് സജിൻ എന്നെ കണ്ടിട്ടുണ്ട്. അപ്പോൾ സജിൻ പിന്നെ എപ്പോഴോ കാണുമ്പോൾ ചോദിക്കും, കനിക്ക് എത്രയോ കരിയർ മാറായിരുന്നു ആ സിനിമ ചെയ്ത്, എന്തിനാ ആ സിനിമ ചെയ്യാതിരുന്നതെന്നൊക്കെ ചോദിക്കായിരുന്നു. അപ്പൊ സജിൻ എന്നെ അങ്ങനെ അറിയായിരുന്നു. സജിൻ എൻ്റെ അടുത്ത് പലപ്പോഴും പറയും, കനിക്ക് നല്ല പൊട്ടൻഷ്യൽ ഉണ്ട്, ഞാൻ നാടകം കണ്ടിട്ടുണ്ട് അല്ലെങ്കിൽ ഇത് കണ്ടിട്ടുണ്ട്, എനിക്ക് കാസ്റ്റ് അങ്ങനെ ആളുടെ ഉള്ളിൽ കിടന്നിരുന്നോണ്ട് എന്നെ വിളിക്കാൻ വന്നാന്ന് തോന്നുന്നു. അങ്ങനെ ചിലർ നമ്മുടെ നാടകം അല്ലെങ്കിൽ വേറെ ഇപ്പൊ കേരള കഫയിലാണെങ്കിലും ശങ്കർ രാമകൃഷ്ണൻ ഞാൻ ചെയ്ത നാടകങ്ങളെല്ലാം ആളെ തിരുവനന്തപുരത്ത് കണ്ടിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ടായിരിക്കും അതിനെനിക്ക് ഓഡിഷൻ ചെയ്തിട്ടില്ല, അതിനും ഡയറക്ട്ലി വിളിച്ചതാണ്. അപ്പൊ അങ്ങനെ ചിലർ കണ്ടിട്ടുള്ള ഈ പെർഫോമറിന് കാലിബർ ഉണ്ട് എന്ന പ്ലേ ഒക്കെ കണ്ടിട്ട് പണ്ട് അങ്ങനെയാണല്ലോ, ഇൻസ്റ്റഗ്രാം സോഷ്യൽ മീഡിയ ഒന്നുമില്ല. അപ്പൊ നമ്മൾ ലൈവായിട്ട് എവിടെയെങ്കിലും പെർഫോം ചെയ്യുന്നത് പലപ്പോഴും ഡയറക്ടേഴ്സോ അല്ലെങ്കിൽ ആരെങ്കിലും ഒക്കെ വന്ന് കാണും. അത് കാണുമ്പോഴാണ് അവർക്ക് ഉണ്ടെന്ന് പറഞ്ഞിട്ടാണ് അവർ പിന്നെ വിളിക്കുന്നത്. പിന്നെ ഓഡിഷൻ തന്നെ വളരെ അടുത്താണ് കേരളത്തില്. ഓഡിഷൻ അതെ. അറിയിപ്പിലേക്കുള്ള ഒരു എൻട്രി എങ്ങനെയായിരുന്നു? ഇതേപോലെ ഓഡിഷൻ ഈ പറഞ്ഞ പോലെ ഞാൻ മഹേഷിന്റെ ഇത് 3ാമത്തെ ഫിലിമാണ് അറിയിപ്പ് മഹേഷിന്റെ കൂടെ. അപ്പം ടേക്ക് ഓഫിലും മാലിക്കിലും ഒക്കെ അഭിനയിച്ചിട്ട് അറിയാം. അപ്പം അതിന് എന്തായാലും ഓഡിഷൻ ചെയ്തിട്ടില്ല. ടേക്ക് ഓഫിന് മാത്രമേ മഹേഷിന്റെ ഇതിൽ ഞാൻ ഓഡിഷൻ ചെയ്തിട്ടുള്ളൂ. മാലിക് അല്ലാതെ വിളിക്കുകയാണ്, അറിയിപ്പും അല്ലാതെ തന്നെയായിരുന്നു. മാലിക് കഴിഞ്ഞിട്ടാണ് എൻ്റെ അടുത്ത് സ്ക്രിപ്റ്റ് വന്ന് നറേറ്റ് ചെയ്യുന്നത്. സ്ക്രിപ്റ്റ് അല്ല, ജസ്റ്റ് ഒരു സ്റ്റോറി ലൈൻ എൻ്റെ അടുത്ത് പറഞ്ഞു, ഇങ്ങനെയാണ് ഒരു കഥാപാത്രം, അങ്ങനെ നറേറ്റ് ചെയ്തു. അത് കഴിഞ്ഞ് ഷൂട്ട് നടക്കുന്നതിൻ്റെ ഒരു 6-7 മാസം മുമ്പേ തന്നെ എനിക്ക് പ്രോപ്പർ സ്ക്രിപ്റ്റ് തന്നിരുന്നു, എനിക്കും ചാക്കോച്ചിനും ഒക്കെ. രണ്ടുപേരും 2 തരത്തിലുള്ള സിനിമകളിലും അഭിനയിച്ചതാണ്. ഈ ഫെസ്റ്റിവൽ സിനിമകളിലും സജീവമായിട്ടുണ്ട്, അല്ലാതെ കൊമേഴ്ഷ്യൽ. രണ്ടും തമ്മിൽ അഭിനയിക്കുമ്പോഴോ അല്ലെങ്കിൽ സിനിമയുടെ ഒരു സാഹചര്യത്തിലോ എന്താണ് വ്യത്യാസങ്ങൾ തോന്നിയിട്ടുള്ളത്? എനിക്ക് അങ്ങനെ ഒരു വ്യത്യാസം തോന്നിയിട്ടില്ല അഭിനയിക്കുമ്പോഴാണ്. എനിക്ക് ഡയറക്ടേഴ്സും ടീമിന്റെ വ്യത്യാസമാണ്. വെദർ അത് കൊമേഴ്സ്യൽ സിനിമയാണെങ്കിലും ശരി, ഇനി തിയേറ്ററിൽ റിലീസ് ചെയ്യാതെ ഫെസ്റ്റിവലിൽ മാത്രം അയക്കാൻ പറ്റുന്ന ഒരു സാധ്യത ചില കാരണം ഞാൻ അതാണ്. എനിക്ക് ഈ കാറ്റഗറി ഒന്നും ഇഷ്ടമല്ല. ഞാൻ നല്ല സിനിമയും മോശം സിനിമയെന്ന് മാത്രമുള്ളൊരു കാറ്റഗറി എന്നാണ് വിശ്വസിക്കുന്ന ആളാണ്. പക്ഷെ ഉറപ്പായിട്ടും തിയേറ്ററിൽ ഇറക്കാനാണ് ഒരു സിനിമ എടുക്കണം എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. എൻ്റെ ഉള്ളിലെ വിശ്വാസം നമ്മൾ തിയേറ്ററിൽ ഇറക്കാനായിട്ടാണ് ഒരു സിനിമ എടുക്കണം, അല്ലാണ്ട് ഫെസ്റ്റിവലിൽ അയക്കാനായിട്ട് ഒരു സിനിമ എടുക്കണം എന്നല്ല ഞാൻ വ്യക്തിപരമായിട്ട് വിശ്വസിക്കുന്നത്. അങ്ങനെ പറഞ്ഞിട്ട് ഒരാൾ വന്നാൽ തന്നെ എനിക്ക് അവരുടെ അടുത്തുള്ള ഒരു റെസ്പെക്ട് കുറയും. ഞാനിത് ഫെസ്റ്റിവലിന് അയക്കാനാണ് കേട്ടോ ഉദ്ദേശിക്കുന്നത് എന്ന് പറയുമ്പോൾ അത് എന്താ ഉദ്ദേശിക്കുന്നത്, അവർ മേക്കേഴ്സ് തന്നെ പറയാണ്. അപ്പം അതെന്താ
ഞാനൊരു സിനിമ എടുക്കാൻ പോകുന്നതാണ് ഈ സിനിമ, ഞാൻ തിയേറ്ററിൽ റിലീസ് ചെയ്യാൻ നോക്കും, ഇത് റിലീസ് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ ഞാൻ OTT റിലീസ് ചെയ്യാം, ഇല്ലെങ്കിൽ ഞാനൊരു ഫെസ്റ്റിവലിനെങ്കിലും ആയിരിക്കും, കാരണം എൻ്റെ സിനിമ ആളുകൾ കാണണം, അത്രയല്ലേ ഉള്ളൂ, അങ്ങനെ എനിക്ക് പറഞ്ഞാൽ മനസ്സിലാവുള്ളൂ. അപ്പം അതിൽ എനിക്ക് ഡയറക്ടേഴ്സും ടീമും, അതിനി കൊമേഴ്സ്യലായിട്ട് തിയേറ്ററിൽ എന്തായാലും അവിടെ തന്നെയാണ് ഇറക്കണമെന്ന് ഉറപ്പുള്ള ഡയറക്ടേഴ്സ് വന്നാലും ശരി, ഈ സിനിമ തിയേറ്ററിൽ ഇറക്കിയാൽ നമുക്ക് പ്രൊഡ്യൂസറിന് നഷ്ടമായിരിക്കും, നമുക്ക് ഇങ്ങനെ ഇവിടെ പറ്റുള്ളൂ എന്നൊന്നും, അത് എന്ത് ധാരണ അതിനെ പറ്റിയുള്ള ആളാണെങ്കിലും ആ ഡയറക്ടറിൻ്റെയും ആ റൈറ്റർ ഡയറക്ടർ ആണെങ്കിൽ റൈറ്റർ ഡയറക്ടർ, അല്ലെങ്കിൽ റൈറ്ററും ഡയറക്ടറും തമ്മിലുള്ള ബന്ധമാണെങ്കിലും ആ മേക്കേഴ്സ് പ്രൊഡ്യൂസേഴ്സ് ആയിട്ടുള്ള ഒരു ഡേം എന്താണോ ഇത്, അതനുസരിച്ചുള്ള വ്യത്യാസമേ എനിക്ക് തോന്നിയിട്ടുള്ളൂ. അല്ലാണ്ട് കൊമേഴ്സ്യലി റിലൈസ് ചെയ്യാൻ പോയൊരു സിനിമയ്ക്ക് വേറൊരു മേക്കിങ്ങിൽ വ്യത്യാസമൊന്നുമില്ല. പക്ഷേ ഇതിൽ വ്യത്യാസം ഉണ്ടെങ്കിൽ ഇപ്പോൾ മഹേശ്വരനെ പോലും ഞാൻ കളിക്കും. മഹേശ്വരൻ തിയേറ്ററിൽ സിനിമ ഇറക്കുന്ന ആൾ തന്നെയാണ്, ആൾക്ക് ആളുടേതായിട്ടുള്ളൊരു സ്ട്രോങ് ഡയറക്റ്റ് ചെയ്യുന്ന രീതി ഉണ്ടാവും. അതിനകത്ത് ചില സിനിമയുടെ ആ കഥയ്ക്ക് വേണ്ട അപ്രോച്ച് ആളുടെ രീതിയിൽ മാറ്റുന്നുണ്ടാവും. അല്ലാണ്ട് മൊത്തത്തിൽ തിയേറ്ററിൽ റിലീസ് ചെയ്യുന്ന സിനിമ മൊത്തത്തിൽ വേറെ രീതിയിൽ എടുക്കാം, ഇതിങ്ങനെ അങ്ങനെ ഒരാൾ അങ്ങനെ വിചാരിക്കേണ്ട എനിക്ക് സിനിമ കാണുമ്പോൾ തോന്നിയിട്ടില്ല, ആളുടെ സിനിമ കാണുമ്പോൾ. പക്ഷെ ഞാൻ പറയുന്നത് അതുകൊണ്ടാണ് എനിക്കതൊരു ഡയറക്ടറിൻ്റെ ആ ഓദറിൻ്റെ വ്യത്യാസം, അല്ലാണ്ട് പൈസയുടെ വ്യത്യാസം ഉണ്ടാവും. ഇപ്പോൾ ഒരു പ്രൊഡക്ഷന് അത്രയും പൈസ കൊമേഴ്സ്യലി തിയേറ്ററിൽ ഇറക്കാൻ വിചാരിക്കുന്ന സിനിമകളിലും പൈസ കുറവുള്ള സിനിമകൾ ചില സമയത്ത് ഉണ്ടാവും. അപ്പോൾ അതിനതിൻ്റെതായിട്ടുള്ള ചില പ്രൊഡക്ഷൻ വാല്യൂവിൻ്റെ വ്യത്യാസങ്ങളും അവിടെ കംഫർട്ട് വ്യത്യാസങ്ങളും ഒരു ചില സീനുകൾ റീഷൂട്ട് ചെയ്യണമെന്ന് വിചാരിക്കുമ്പോൾ നടക്കാതിരിക്കുന്ന കാര്യങ്ങളൊക്കെ വരും. അതൊരു ഇൻഡിപെൻഡൻറ്റ് സിനിമയിൽ നമ്മൾ വ്യത്യാസമുണ്ട്. ഇതുപോലെ പ്രൊഡ്യൂസേഴ്സ് ചെറിയ പ്രൊഡ്യൂസേഴ്സ് ആയിരിക്കുന്നുണ്ടൊക്കെ നമുക്ക് ഒരുപാട് കൺസ്ട്രെയിൻസിൽ നിന്ന് ഷൂട്ട് ചെയ്യേണ്ടി വരുമ്പോൾ ഉള്ള നമ്മുടെ ബെസ്റ്റ് ചിലപ്പോൾ കൊടുക്കാൻ പറ്റില്ല, പക്ഷെ ചിലപ്പോൾ അതൊരു ഇതായിട്ട് വരാം, നന്നായിട്ടും വരാം. അപ്പം അങ്ങനെയുള്ള വ്യത്യാസങ്ങളുണ്ട്. അതല്ലാത്തൊരു വ്യത്യാസം ഞാൻ അനുഭവിച്ചിട്ടില്ല. ഒരു ആക്ടർ എന്നുള്ള രീതിയിൽ ആക്ടേഴ്സ് പെർസ്പെക്റ്റീവിൽ ആലോചിക്കുമ്പം എനിക്കൊരു കഥാപാത്രം തരുന്നു, കഥ പറയുന്നു, സ്ക്രിപ്റ്റ് വായിക്കുന്നു, ആ കഥാപാത്രം ഞാൻ ചെയ്യുന്നു. അതിനകത്ത് നമ്മളുടെ തോട്ട് പ്രോസസ്സിൽ ഒരിക്കലും ഇത് കൊമേഴ്ഷ്യൽ ആണോ ഫെസ്റ്റിവൽ ആണെന്നൊന്നും ഇവരിനി പറഞ്ഞാൽ കൂടി അതല്ല ആലോചിക്കുന്നത്. ആ കഥാപാത്രം ഇവര് ഇപ്പൊ ഡയറക്ടറുമായിട്ട് അവർ പറയുന്ന പോലെയും നമ്മളുടെ ഭാഗത്തുനിന്നും അങ്ങനെ ഡിസ്കസ് ചെയ്ത് ഒരു കഥാപാത്രം ചെയ്യുന്നു, അങ്ങനെയുള്ളൂ. പക്ഷെ ഇപ്പം പുറത്തുനിന്ന് ഫെസ്റ്റിവൽ ഞാൻ കുറച്ചിങ്ങനെ IFFKയിൽ അവിടെയൊക്കെ പോയി കുറച്ച് ഫിലിംസ് അല്ലാണ്ടും ഒക്കെ കാണുന്ന ആൾ തന്നെയാണ്. അപ്പം അങ്ങനെ നോക്കുമ്പോൾ ഇപ്പോൾ തിയേറ്ററിൽ ഇറങ്ങുന്ന സിനിമകളും ഇപ്പോൾ ഫെസ്റ്റിവലിന് പോകുന്ന സിനിമകളും തമ്മിൽ കുറേയൊക്കെ ഡിഫറൻസ് എനിക്ക് തോന്നാറുണ്ട്. ഇപ്പം പ്രത്യേകിച്ച് ഇപ്പം കുറച്ച് നാളായിട്ട് ഈ സോഷ്യൽ മീഡിയ ഒക്കെ ആക്റ്റീവ് ആയതിനു ശേഷം അതിൻ്റെ ഒരു ടെംപ്ലേറ്റ് തിയേറ്ററിൽ ഇറങ്ങുന്ന സിനിമകൾക്ക് ഇപ്പം കുറേ ആളുകൾ അത്രയ്ക്കും ഹ്യൂജ് എന്താ പറയുക ക്രൗഡഡ് ആയിട്ട് ആൾക്കാർ വന്ന് കാണണമെങ്കിൽ എനിക്കിപ്പോൾ തോന്നിയിട്ടുള്ളത് കുറച്ച് സൈലൻസ് ഒന്നും ആൾക്കാർക്ക് എടുക്കാൻ പറ്റുന്നില്ല എന്നൊക്കെ തോന്നിയിട്ടുണ്ട്. ആ ഒരു അറ്റൻഷൻ സ്പാൻ ആൾക്കാരുടെ കുറഞ്ഞ പോലെയൊക്കെ എനിക്ക് തോന്നിയിട്ടുണ്ട്. അത് പക്ഷേ എനിക്ക് അഭിപ്രായമില്ല. കാരണം ഇവിടെ ഇറങ്ങിയിട്ടുള്ള ഏറ്റവും ഹിറ്റായിട്ടുള്ള സിനിമകളിൽ ഒന്ന് അറൈവൽ, ഡ്യൂൺ എന്നൊക്കെ പറയുന്ന ഹോളിവുഡ് സിനിമകള് സൈലൻസോടെ സൈലൻസ് ആണ്. അത് ഇവിടുത്തെ ആളുകളും കണ്ടിട്ടുണ്ട്, ലോകം മുഴുവൻ കണ്ടു. പക്ഷെ അത് ഇവിടുത്തെ മേക്കിംഗ് അങ്ങനെയുള്ള സിനിമ ഇപ്പം ഇവിടെ അത് പക്ഷെ സൈലൻസിനല്ല. എനിക്ക് എപ്പോഴും അതിനോട് എനിക്ക് സ്ട്രോങ് അഭിപ്രായത്തിലുള്ള കാര്യമാണ്. കാരണം അതെന്ന് പറഞ്ഞാൽ ആളുകളെ പിടിച്ചു നിർത്താനുള്ള മാജിക് നിങ്ങളുടെ കയ്യിലുണ്ടോന്ന് മാത്രമാണ്. അതെ, ഇൻഡിപെൻഡന്റ് സിനിമ ആണെങ്കിലും സൈലൻസ് ഉണ്ടെങ്കിലും ആ സൈലൻസിന് മീനിങ് ഇല്ലെങ്കിൽ ആരും കണ്ടോണ്ടിരിക്കില്ല, ഒരു മനുഷ്യൻ കണ്ടോണ്ടിരിക്കില്ല. അത് അവാർഡ് സിനിമയുടെ പേര് പറഞ്ഞിട്ട് തോന്നിയ സൈലൻസ് കൊണ്ട ആളുകൾ കാണില്ല. ആ പോയിന്റിലോട്ടാണ് അങ്ങനെ തോന്നിയിട്ടുണ്ട്. പക്ഷെ ഫെസ്റ്റിവൽ സിനിമകളിലും സൈലൻസ് വന്നിട്ട് സഹിക്കാൻ പറ്റാണ്ട് ഇറങ്ങി പോയിട്ടുണ്ട്. അല്ല, അത് എന്താണെങ്കിലും അത് നമുക്ക് പറയാൻ പറ്റില്ല. ഞാൻ പറയുന്നത് ആസ്വാദക എന്താ വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ദിവ്യ ചിലപ്പോൾ ഒരു സിനിമയ്ക്ക് ഇറങ്ങിപ്പോയെന്ന് വെച്ചോ സൈലൻസിന്, ആ സിനിമ ചിലപ്പോൾ ഒരുപാട് പേർക്ക് ആ സൈലൻസിന് മീനിങ് ഉണ്ടായിരിക്കും. അതൊരു സബ്ജക്റ്റീവ് എക്സ്പീരിയൻസ് എന്നാണ് ഞാൻ പറയുന്നത്. പക്ഷേ ദിവ്യ കാഴ്ചക്കാരിയുടെ സ്ഥലമാണ് പറഞ്ഞത്. അവർ ചോദിച്ചപ്പോൾ എനിക്ക് മനസ്സിലായത് മേക്കിങ്ങിൽ എന്താ വ്യത്യാസം എന്നുള്ളതാണ് ചോദിച്ചത്. എനിക്ക് മനസ്സിലായി. നമ്മുടെ കാഴ്ചക്കാരി നമ്മൾ എപ്പോഴും സബ്ജക്റ്റീവ് ആയിട്ടുള്ള സ്ഥലത്തേക്ക് എത്തിപ്പോവല്ലോ. അവസാനം ഓരോരുത്തരുടെയും പറഞ്ഞ് ഒരു സ്ഥലത്തുമ്പം ഇത് എനിക്കിഷ്ടം, ഇത് നിനക്ക് ഇഷ്ടം എന്നുള്ളത് എത്തിപ്പോവല്ലോ. പക്ഷെ ആള് ചോദിച്ചപ്പോൾ എനിക്ക് മനസ്സിലായത് നമ്മൾ രണ്ടിന്റെയും ഭാഗമായപ്പോ മേക്കിങ്ങിൽ എന്താന്നുള്ളതാണ് എനിക്ക് കൂടുതൽ മനസ്സിലായെന്നാണ് എനിക്ക് പറയുന്നത്. മേക്കിങ്ങിന് എനിക്ക് ഡിഫറൻസ് തോന്നിയിട്ടുണ്ട്. എന്ന് വെച്ചാൽ ഇപ്പം മഹേഷിന്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്, അറിയിപ്പ് വേണമെങ്കിൽ ഇവിടത്തെ എന്താ പറയാ തിയേറ്ററിൽ റിലീസ് ആക്കാൻ പറ്റുന്ന പോലെ ഉണ്ടാക്കാമായിരുന്നു എന്ന് വെച്ചാ അത് അങ്ങനെ ടേക്ക് ഓഫ് പോലെ ഉണ്ടാക്കാം. ഞാൻ ഒരു മെജോറിറ്റി ഓഡിയൻസിന്റെ കാര്യം സംസാരിക്കുന്നത്. എന്ന് വെച്ചാൽ കുറച്ചൊരു എനിക്ക് പേഴ്സണലി അത് ഇഷ്ടമാണെന്നൊന്നും ഞാൻ പറയുന്നില്ല. എൻ്റെ ഒരു ഇതില് ചിലപ്പം കുറച്ചധികം BGM ഒക്കെ ഇട്ട് അത് എൻ്റെ പേഴ്സണൽ ടേസ്റ്റ് ആണെന്ന് അത് ഇവിടെ പറയുന്നില്ല. പക്ഷെ ആ രീതിയിലും അറിയിപ്പ് ഉണ്ടാക്കാം എന്നൊക്കെ നമ്മളിങ്ങനെ സംസാരിക്കുമ്പോൾ പറഞ്ഞിട്ടുണ്ട്. അപ്പം അതെല്ലാത്തിനും ഒരു ഇതുണ്ട്, ഒരു ടെംപ്ലേറ്റ് ഉണ്ട് എന്നൊക്കെ തോന്നുന്നുണ്ട്. ഇപ്പം ഇൻഡിപെൻഡന്റ് ഫിലിം മേക്കർ എന്ന് പറയുമ്പോഴും ഇപ്പം
ഓരോ ഫെസ്റ്റിവലിനും അതിൻ്റെതായിട്ടുള്ള ഇപ്പം ചില സിനിമകൾ ഈ ഫെസ്റ്റിവലിലോട്ടെന്നൊക്കെ വിചാരിച്ച് തന്നെ ഉണ്ടാക്കുന്ന മേക്കേഴ്സ് ഉണ്ട്, ഫിലിം മേക്കേഴ്സ് ഉണ്ട്. അപ്പം അതിനൊക്കെ അതിൻ്റെതായിട്ടൊരു സ്വഭാവം നോക്കി ഉണ്ടാക്കുന്ന ആൾക്കാരുണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഇപ്പം മാലിക് എന്ന് പറഞ്ഞ പടം ശരിക്കും ആ ഒരു ക്യാൻവാസിൽ തിയേറ്ററിൽ ഇറങ്ങാൻ വേണ്ടി തന്നെ ഉണ്ടാക്കിയതായിട്ടാണ് അറിയുന്നത്, പറഞ്ഞിട്ടുമുണ്ട്. അപ്പം അത് അങ്ങനെ തന്നെ മുന്നിൽ കണ്ടുണ്ടാക്കുന്ന ആൾക്കാരും ഉണ്ട്. അതിന് ഇപ്പൊ ഈ ഡ്യൂൺ പോലെയുള്ള അറിവിൽ പോലെയുള്ള സിനിമകളെ വെച്ച് കമ്പയർ ചെയ്യാണ്ട് ഇപ്പൊ ഇവിടെ ഇറങ്ങുന്ന മലയാളം സിനിമകൾ ഇവിടുത്തെ മലയാളി ഓഡിയൻസിനെ തന്നെ ടാർഗറ്റ് ചെയ്ത് ഉണ്ടാക്കുന്ന സിനിമകളും ഉണ്ട്. ഇപ്പൊ എനിക്ക് തോന്നുന്നു എല്ലാവർക്കും ഒരു ഉദ്ദേശം ഉണ്ടായിരിക്കും, ഒരു സിനിമ നല്ലൊരു സിനിമ ഉണ്ടാക്കണം ഉറപ്പായിട്ടും. അതിന്റെ കൂടെ ഇത് എവിടെ ഏത് പ്ലാറ്റ്ഫോമിൽ എന്നുള്ള രീതിയിൽ ഇപ്പൊ കോവിഡിന്റെ ടൈമിൽ കണ്ടന്റ് ഓറിയന്റഡ് എന്ന് പറഞ്ഞിട്ട് OTT എന്ന് പറഞ്ഞിട്ട് കുറെ അങ്ങനെ ഉണ്ടാക്കുമായിരുന്നു. അപ്പൊ അങ്ങനെയൊക്കെ ഉള്ള ഒരു ഉദ്ദേശത്തോടു കൂടി സിനിമ എടുക്കുന്നുണ്ടെന്നുള്ളത് ഡയറക്ടേഴ്സുമായിട്ട് സംസാരിക്കുമ്പോൾ എനിക്ക് മനസ്സിലായിട്ടുണ്ട്. അല്ല, അത് ഉറപ്പായിട്ടും ഉണ്ട്. പക്ഷെ ഞാൻ പറയുന്നത് ആ കാറ്റഗറിയിൽ ഞാൻ വിശ്വസിക്കുന്നില്ല പറയാം. അത് പറഞ്ഞ ഒരു നല്ല സിനിമയാണെന്നുണ്ടെങ്കിൽ അത് എന്താണെങ്കിലും അത് വിജയിച്ചിരിക്കും തിയേറ്ററിൽ ഇറങ്ങിയാൽ. അതെനിക്ക് ചരിത്രത്തിൽ എപ്പോഴും അങ്ങനെ തോന്നിയിട്ടുണ്ട്. അതിന് ഒരു ടെംപ്ലേറ്റും ഒന്നും ബാധകമല്ല. അപ്പോൾ അത് എപ്പോഴും സൈഡ് ഗേസ്റ്റ് പുതിയ ആൾക്കാർ ഉണ്ടാക്കുന്ന കാര്യത്തിൽ വരുമ്പോൾ ഇത്രയും ദിവസം ഓടിയത് എടുക്കാനാണ് എപ്പോഴും പ്രൊഡ്യൂസേഴ്സ് ആണെങ്കിലും വരിക. കാരണം ഇതിപ്പോ ഓടിക്കൊണ്ടിരിക്കുവാണ്. ഒരു വിജയിച്ച സിനിമ ഇപ്പൊ ഉണ്ടാവുന്നുണ്ടെങ്കിൽ അതിനെ വെച്ചിട്ട് ഓക്കെ അതുപോലെ എന്തിനാണ് തൊട്ടു മുമ്പത്തെ നടീനെ പോലും അവർ അതിൽ നന്നായി അത് ചെയ്തു, അതേ ക്യാരക്ടർ കൊടുക്കാന്ന് പറയുന്നതാണ്. റിസ്ക് ഇസ് ലോ. നമുക്ക് ഓൾമോസ്റ്റ് ഉറപ്പാണ് ഇത്രയെങ്കിലും അത് ഓടുന്നവരെ അത് ഓടട്ടെ എന്നാണ്. കാരണം ഇത് ഒരുപാട് പൈസ ചെലവുള്ള ഒരു മാധ്യമമായതുകൊണ്ട് പരമാവധി റിസ്ക് കുറയ്ക്കാനല്ലേ നോക്കുക. അപ്പൊ ഒരു പുതിയ സിനിമയ്ക്ക് ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ എല്ലാവർക്കും ടെൻഷനാണ്, ഇത് ഓടിയില്ലെങ്കിൽ എന്ത് ചെയ്യും, ഇത് കുറെ പൈസയായി, ഇത് മൊത്തത്തിൽ വേറെ എടുക്കണം അല്ലേ. അത് വിജയിച്ചിട്ടുണ്ടെങ്കിൽ അതുപോലത്തെ 10 അതേ ടെംപ്ലേറ്റ് ഇപ്പൊ ദിവ്യ പറഞ്ഞോളാം അതേപോലത്തെ ടെംപ്ലേറ്റ്സ് വരും. പക്ഷെ ശരിക്കും സിനിമ എന്ന് പറഞ്ഞാൽ എനിക്ക് മനസ്സിലായി ആ പിടിച്ചിരുത്താനുള്ള നൂൽ കറക്റ്റ് ആയിട്ടാണ് പോകുന്നുണ്ടെങ്കിൽ തിയേറ്ററിന്റെ നൂലിന്റെ രസമല്ല OTT കാണുമ്പോൾ ഉള്ള രസം. അതെനിക്ക് ഉറപ്പാണ്. അതുകൊണ്ടാണ് ചിലർ പറയും തിയേറ്ററിൽ വിജയിച്ചില്ല പക്ഷെ OTT ഇഷ്ടപ്പെട്ടു, അതെന്താ തിയേറ്ററിൽ ആളുകൾ വരാഞ്ഞെന്ന് ചോദിക്കുമ്പോൾ എനിക്ക് പറയാൻ തോന്നിയിട്ടുണ്ട് തിയേറ്ററിൽ പിടിച്ചിരുത്താനുള്ള രസം ആ സിനിമ ചിലപ്പോൾ ഉണ്ടാവണം എന്നില്ല. കാരണം നമ്മൾ OTT നമ്മൾ ഒന്നെങ്കിലും ഒരു ലാപ്ടോപ്പിൽ അല്ലെങ്കിൽ ഫോണിൽ ഒക്കെ ഇരുന്ന് കാണുന്നത് നമുക്ക് പോസ് ചെയ്യാം, നമുക്ക് പോവാം, കഴിച്ചിട്ട് പിന്നെ വന്നിരുന്നാണ് ഈ ഒരു മോഡിൽ കാണുന്ന ഒരു സിനിമയും വേണമെങ്കിൽ ചിലർക്ക് ഹോം തിയേറ്ററുള്ളവർ ചിലപ്പോൾ അങ്ങനെ കാണുന്നുണ്ടാവും. അതും ഒരു പൈസ കൊടുത്ത് നമ്മൾ ഒരിടത്ത് നിന്ന് കയറി ആളുടെ കൂടെ ആദ്യം അവസരം കൃത്യമായിട്ടിരുന്ന് കാണുന്നത് നമ്മൾ 2 രസച്ചരടാണ് അതിൽ ഉണ്ടായിരിക്കേണ്ടത്. അപ്പോൾ തിയേറ്ററിൽ വിജയിക്കാത്ത പല സിനിമയും OTT ഭയങ്കര അഭിപ്രായം പറയുമ്പോൾ ഉറപ്പായിട്ട് ചിലപ്പോൾ ഉണ്ടാവും. കാരണം OTT അത് റിലീസ് ചെയ്താൽ കുഴപ്പമില്ലായിരുന്ന സിനിമ തന്നെ ആയിരിക്കാം ആദ്യം മുതലേ. അതിനുള്ള രസച്ചരട് ഉണ്ടാക്കാൻ ചിലപ്പോൾ ആ ഡയറക്ടറിനും ആ കഥയ്ക്കും ഒക്കെ കഴിഞ്ഞിട്ടുണ്ടാവും. തിയേറ്ററിൽ അത് പിടിച്ചെടുക്കാൻ പറ്റില്ല ചിലപ്പോൾ. ഇങ്ങനെയൊക്കെ ഉണ്ടാവാം. പക്ഷെ അങ്ങനെ പറയുമ്പോഴും ഈ അടുത്ത കാലത്ത് വന്ന ചില സിനിമകള് ചില സിനിമകള് തിയേറ്ററിൽ വമ്പൻ ഹിറ്റ് ആയിരുന്നു അല്ലെ. തിരിച്ച് ഞാൻ വന്നത് ആ സിനിമേനകത്ത് ഒന്നും ഉണ്ടായിരുന്നില്ല, തിയേറ്ററിൽ ആളെ പിടിച്ചിരുത്താനുള്ള ഒന്നും ഇല്ലാതെ തന്നെ സിനിമ ഹിറ്റായതാണ്. അതാരാ പറയണത്. പക്ഷെ എങ്ങനെ സബ്ജക്റ്റീവ് ആവില്ലേ അവിടെ പറയുമ്പോ. അങ്ങനെ ഉണ്ടെങ്കിൽ എന്തുകൊണ്ട് ആ സിനിമ വിജയിച്ചു, കുറെ പേര് പോയില്ലേ എന്നൊക്കെ പറഞ്ഞാലും. അവിടെയാണ് ഞാൻ പറയുന്നത് ആ ഫസ്റ്റിലത്തെ ഒരു 2 ആഴ്ച പ്രേക്ഷകരെ കിട്ടിയിട്ടാണ് ആ സിനിമ വിജയിക്കുന്നത്. മനസ്സിലായില്ലേ? അപ്പൊ സിനിമയുടെ കണ്ടന്റ് മാത്രമല്ല സിനിമയുടെ രസച്ചരടും ഇല്ല അതിനകത്ത്. സിനിമ കണ്ടിട്ടുണ്ടെങ്കിൽ മനസ്സിലാവും സിനിമയിൽ ഒരു സിനിമയിനകത്ത് പ്രത്യേകിച്ച് രസച്ചരടൊന്നുമില്ല. പക്ഷെ എന്നിട്ടും സിനിമ എനിക്ക് തോന്നുന്നു മാർക്കറ്റിംഗ് ആണ് ആ സിനിമേന്റെ വിജയത്തിന്റെ പിന്നിൽ. അല്ലാതെ ഈ പറഞ്ഞൊരു ആ സിനിമ പ്രത്യേകിച്ചും മാർക്കറ്റിംഗ് ആണ്. ഒരുപാട് ഹിറ്റായ സിനിമകൾ ഞങ്ങൾ ഇതെങ്ങനെ ആളുകൾ എന്റർടൈൻ ചെയ്തു ഞാൻ അത്ഭുതപ്പെട്ട സിനിമ അതില്ലാന്നല്ല ഞാൻ പറയണേ. പക്ഷെ ഇപ്പൊ ഒരു കോമഡി സിനിമ ആണെങ്കിൽ ആ ഒരു തിയേറ്റർ ഇപ്പൊ നമ്മൾ ലൈവ് പെർഫോമൻസ് ചെയ്യുന്നതെന്ന് കൂടെ പറയാട്ടോ. അത് അതിന്റെ ഒരു അനുഭവത്തിൽ എന്ന് പറയുന്നത് കോമഡി ആണെന്ന് വെച്ചോ പ്ലേ ആദ്യം ഇരിക്കുന്ന കോമഡിക്ക് ആളുകൾ ചിരിച്ചില്ലെങ്കിൽ അന്നത്തെ പെർഫോമൻസ് കൊളാണ്. അത് എനിക്കറിയാം. നമ്മൾ എന്റെ അമ്മ ഇന്ന് വീണു. അപ്പൊ അടുത്ത സീൻ വരുമ്പോ ആക്ടേഴ്സ് പിടിക്കും എങ്ങനെയെങ്കിലും ഇത് പെർഫോം ചെയ്ത് ശരിയാക്കാന്നൊക്കെ നോക്കാം. അവസാനൊക്കെ അപ്പൊ തന്നെ തോന്നും ഓക്കെ. അതേ അടുത്ത ദിവസം ഇതിപ്പോ ഒരു ബോംബെ കളിച്ചെന്ന് വെച്ചോ, അടുത്ത ദിവസം ചിലപ്പോൾ ബോംബെ തന്നെ ഷോ ഉണ്ടാവും അതേ തിയേറ്ററിൽ. അടുത്ത ദിവസം വരുന്നത് ആദ്യൊരു 2-5 പേര് ചിരിക്കും, പിന്നെ മാലപ്പടക്കം പോലെ ചിരി അവസാനം വരെ കണ്ടിട്ടുണ്ട്. നമ്മൾ തലേ ദിവസം ചെയ്തതിനേക്കാളും ചിലപ്പോൾ മോശമായിട്ടായിരിക്കും പെർഫോം ചെയ്തിട്ടുള്ളത്. അപ്പൊ എല്ലാവരും എന്റെ ദൈവം ഇത് എങ്ങനെയുണ്ട്. ഞാൻ പറയണേ ഇതില് രസചരണം എന്നൊക്കെ പറയുമ്പോൾ അതിനൊരു ശ്വാസഗതിയുണ്ട് ഓഡിയൻസും ആക്ടറും തമ്മിൽ. അത് ഇപ്പൊ പറഞ്ഞ കണ്ടന്റ് അധികമൊന്നുമില്ല. രസിച്ചിട്ട് പോലും പറഞ്ഞ സിനിമയിലും ഈ മാർക്കറ്റിംഗ് ഒക്കെ ഉണ്ടെങ്കിലും മാർക്കറ്റിങ്ങിനൊന്നും ഒരു പരിധി കഴിഞ്ഞ് ബീറ്റ് ചെയ്തൊന്നും പിടിച്ച് നമ്മൾ രക്ഷപ്പെടുത്താൻ പറ്റില്ല. ആ ഒരു
ഒരു ഇതിനൊരു ഓളമുണ്ട്. സിനിമ എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു ഓളത്തിന്റെ കാര്യങ്ങളൊക്കെയാണ്. ഇപ്പൊ ആ ദിവസം ആളുകൾ ചിരിച്ചിരിച്ചേടോ ഞാൻ ഇന്നൊരു സിനിമ കണ്ടുവന്നിട്ട് അവർ വീട്ടിൽ പോയി സംസാരിക്കുന്നു, പലരും സംസാരിക്കുന്നു. ആ സാധനങ്ങൾ ഇങ്ങോട്ട് തിരിച്ചു വന്നിട്ട് ഇത് ഭയങ്കര സിനിമ എന്ന് പറഞ്ഞിട്ടാണ് ആദ്യമേ ഇരിക്കുന്നത്. അപ്പൊ അതിൽ ചില പക്ഷെ എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല, പക്ഷെ കൂടുതൽ പേര് കിടന്ന് ചിരിക്കുന്നു. അപ്പൊ നമ്മളും ചില ചിരിക്കാൻ തുടങ്ങും. ഇതുപോലെ ഇവിടെ ഹിറ്റായി ഭയങ്കരമായിട്ട് ആളുകൾ ചിരിച്ചൊരു സിനിമ ഞാൻ ഇതുപോലെ ഗോവയിൽ കണ്ടു. ഓക്കെ, മലയാള സിനിമ മലയാളികളായിരുന്നു കാണണേ. പക്ഷെ അവിടെ ഒരു ഇത്രയും ചിരി ഞാൻ കണ്ടുള്ളൂ. പക്ഷെ ഇവിടൊക്കെ ആളുകൾ നിലത്ത് കിടന്ന് ചിരിക്കുക. അപ്പൊ വെച്ചു കാരണം ഇവിടെ ഓൾറെഡി ആ സിനിമ ഭയങ്കര ഹിറ്റ്. പക്ഷെ അവിടെ ആ ഓളം എത്തിയിട്ടില്ല, അതുകൊണ്ട് തന്നെ അത്ര ചിരിക്കുന്നൊന്നുമില്ല. ഞാൻ പറയണത് ഇപ്പൊ പറഞ്ഞ ഫാക്ടേഴ്സ് മാർക്കറ്റിംഗ് ഒക്കെ ഉള്ളപ്പോഴും എല്ലാം ഉള്ളപ്പോഴും എനിക്ക് തോന്നിയിട്ടുണ്ട് ഒരു നല്ല സിനിമ നമുക്ക് അടിച്ച് വൃത്തായി താഴ്ക്കാൻ ഭയങ്കര പാടാണ്. അത് അത്യാവശ്യം കയ്യാലെ പുറത്തായിട്ട് തേങ്ങയായിട്ട് ഇരിക്കുകയാണെങ്കിൽ ചിലപ്പോൾ ജയിക്കും, ചിലപ്പോൾ ജയിക്കില്ല. പക്ഷെ അത് ശരിക്കും നല്ല സിനിമയാണെന്നുണ്ടെങ്കിൽ എളുപ്പമല്ല അത് തകർന്ന് താഴെ പോവാൻ. അല്ലെ പിന്നെ ഈ പറഞ്ഞ പോലെ ചില ക്ലാസിക്കുകളുണ്ട്, അത് ആ വർഷം ഒരു 20 വർഷം ആരും അംഗീകരിച്ചില്ല, വേറൊരു തലമുറ വരേണ്ടി വന്നു അതിനെ മനസ്സിലാക്കാൻ. അതില്ലാന്നൊന്നും ഞാൻ പറയുന്നത്. ഞാനൊരു ഇങ്ങനെയുള്ളൂ യാഥാർത്ഥ്യം എന്നുള്ള രീതിയിൽ പറഞ്ഞല്ല. പക്ഷെ എനിക്ക് ഒരു എപ്പോഴും നോക്കി കാണുമ്പോൾ ഒരു സാധനം ഉണ്ടെങ്കിൽ സിനിമ ഓടുന്ന പോലെയും ഞാൻ കണ്ടിട്ടുണ്ട്. അതായത് അത് ആലോചിക്കണം മേക്കേഴ്സ് എപ്പോഴും. ഇപ്പം ഓൾ വി ഇമാജിൻ ആസ് ലൈറ്റ് ആ ഒരു സിനിമ ചെയ്യുമ്പോൾ ഇത്ര വലിയൊരു രീതിയിൽ ശ്രദ്ധിക്കപ്പെടും എന്ന് നിങ്ങൾ കരുതിയിരുന്നു, അല്ലെങ്കിൽ അതിന്റെ സ്ക്രിപ്റ്റ് വായിച്ചപ്പോഴും അതിലേക്ക് അങ്ങനത്തെ ആലോചിക്കുന്നതന്നില്ല. അത് ആ സൈഡ് ശരിക്കും ആലോചിക്കാറില്ല. എന്ന് വെച്ചാൽ ഈ രീതിയിൽ ശ്രദ്ധിക്കപ്പെടും, ആൾക്കാർ ഇങ്ങനെ കാണും, അത് ഒട്ടും ആലോചിക്കാറില്ല. ഇപ്പൊ ഈ പായലിന്റെ സിനിമയാണെന്നുണ്ടെങ്കിൽ എന്നെ സംബന്ധിച്ചോളം എനിക്കത് എങ്ങനെയായിരിക്കും വരുന്നത് അറിയാൻ ആഗ്രഹമുണ്ട്, കാണാൻ, ആ സിനിമ കാണാൻ എനിക്ക് ശരിക്കും ഉണ്ട്. അങ്ങനെ എല്ലാ സിനിമയെ പറ്റി തോന്നാറില്ല. ചില സിനിമ ഇത് വരുമ്പോ എനിക്ക് കാണണ്ട എന്ന് കാൻ ഇന്റർനാഷണൽ ഫെസ്റ്റിവലിലേക്ക് തന്നെ വരാം. ഇനി എന്തൊക്കെയാണ് അതുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾക്ക് ചെയ്യാനുള്ളത്? 20th പോവാണ് ഫെസ്റ്റിവൽ. ഒരു 25th വരെയാണ് ഫെസ്റ്റിവൽ. നമ്മുടെ സ്ക്രീനിങ് 23rd പ്രീമിയർ ഉള്ളത്.